വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. ആ വിശുദ്ധ ഗേഹത്തിൻ്റെ സ്ഥാനം ഏതാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനക്ക് നാം നിശ്ചയിച്ചു കൊടുത്തു. അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നെക്കൊണ്ട് ഒന്നിനെയും അങ്ങ് പങ്കു ചേർക്കരുത്. വത്വഹിർ ബൈത്തിയ, എൻ്റെ വിശുദ്ധ ഗേഹത്തെ അങ്ങ് ശുദ്ധീകരിച്ച് നിർത്തണം. ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്കും, വൽ ഖായിമീനോടെ നിസ്കരിക്കുന്നവർക്കും, വറുക്കഇ സുജൂദ്, റുക്കവും സുജൂദൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മസ്ജിദ്, എൻ്റെ വിശുദ്ധ ഭവനം നിങ്ങൾ ശുദ്ധീകരിച്ച് നിർത്തണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് നാം അരുൾ ചെയ്ത സന്ദർഭം സ്മരണീയമാണ്. വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജി, ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല ഇങ്ങനെയും അരുളി, ആളുകളിൽ നിങ്ങൾ ഹജ്ജിൻ്റെ വിളംബരം ചെയ്യണം. യഅ്തൂക, അപ്പോൾ അവർ അങ്ങേക്ക് വരും. റിജാലൻ, കാൽനടക്കാരായും, വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടകപ്പുറത്ത് വന്ന് ഒട്ടകങ്ങളൊക്കെ മെലിയും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും ആ ഒട്ടകങ്ങൾ വരും. ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകളൊക്കെ അവിടെ വന്ന് ഹജ്ജ് ചെയ്യും. എന്തിനാ വരുന്നത്? അതൊക്കെ പറയുന്നുണ്ട്. ലിയശ്ഹദൂ മനാഫിഅ ലഹും, ആ ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കാൻ, ഇഹത്തിലും പരത്തിലും. വയദ്കുറുസ്മല്ലാഹ്, അല്ലാഹു തആലയുടെ നാമത്തെ സ്മരിക്കാൻ. ഫി അയ്യാമി മഅലൂമാത്തിൻ, നിർണിതമായ ദിനങ്ങളിൽ. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാം അവർക്ക് നൽകിയ കന്നുകാലികളുടെ മേൽ. അറവേ തക്ബീറൊക്കെ ചൊല്ലി അങ്ങനെ അറവൊക്കെ ഉണ്ടാക്കും. ഫകുലൂ മിന്നാ വഅതിമുൽ ബാഇസൽ ഫഖീർ ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. അങ്ങനെ ഹജ്ജിൻ്റെയൊക്കെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സൂറത്ത് ഹജ്ജാണ്. സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ചും അവിശ്വാസികളെ സംബന്ധിച്ചും അവിശ്വാസികളിലുള്ള പല വിഭാഗങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ചർച്ച വന്നതാണ്. ആ അവിശ്വാസികൾ ചെയ്യുന്ന വളരെ ഗുരുതരമായ ഒരു പാതകം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതാണ്. ഒന്ന്, അള്ളാഹിൻ്റെ ദീനെ തൊട്ട് ആളുകളെ തടയാം. രണ്ടാമത്, അല്ലാഹു തആലാൻ്റെ വിശുദ്ധ ഗേഹത്തെ തൊട്ട് അവിടെ തവാഫ് ചെയ്യണതിനും അവിടെ ദിക്ർ ചെല്ലാനും നിസ്കരിക്കാനൊക്കെ ആളുകളെ തടയാം. ഇത് കാഫിര്യങ്ങൾ ചെയ്യുന്നൊരു പണിയാണ്. എന്നിട്ട് ഓല വിചാരം പോലും വലിയ നല്ല ആളുകളാണെന്നുമാണ്. അതാണ് വലിയ രസം. പക്ഷേ നിങ്ങൾ യഖൂലു തആല മുൻകിറൻ അൽ കുഫാരി, തഫ്സീറിൽ ഇങ്ങനെ തുടങ്ങണത്. സത്യനിഷേധികളെ നിഷേധിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും അല്ലാഹു തആല പറയാണ്. എന്തിൽ? ഫീ സ്വദ്ദിഹിം, അവർ തടഞ്ഞു വെക്കുന്നതിൽ, അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ, അൻതിയാനിൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിലേക്ക് വരലിനെ തൊട്ട്, പ്രവേശിക്കലിനെ തൊട്ട്, വ ഖളായി മനാസിക്കിഹിം ഫീ, അവരുടെ ആരാധനകൾ അവിടെ നിർവഹിക്കലിനെ തൊട്ടും തടയ. ഇങ്ങോട്ട് പോതാവും ഒരു വാദിക്ക അന്നവും ഔലിയാവും, ഒരു അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. ആര്? ആ മുശ്രിക്കീങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിനെ കടന്ന് വിരട്ടി ഓടിച്ച് പിന്നെ അങ്ങോട്ട് വരുന്നതിനെ തൊട്ട് തടഞ്ഞ് അവിടെ സുജൂദ് ചെയ്യാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ വലിയ പുണ്യകർമ്മമാണ്, ഞങ്ങൾ അള്ളാഹിൻ്റെ ഔലിയാക്കളാണ്, ഞങ്ങൾ അള്ളാഹിൻ്റെ വീടിൻ്റെ ആളുകളാണ്, ഇത് അള്ളാഹിൻ്റെ വീടാണ്, ഞങ്ങൾ ആ വീടിൻ്റെ പരിപാലകരാണ്, ഞങ്ങളെ അല്ലാഹു തആല അങ്ങനെ വലിയ ആളുകളാക്കിയതാണ്, ഔലിയാക്കന്മാരാണ് ഞങ്ങൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. റസൂലും സ്വഹാബത്തൊക്കെയോ ഭയങ്കരമായ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്താ തെറ്റ് ചെയ്യണത്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അവിടെ 360 ബിംബങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാബയിലും മത്താഫിലൊക്കെ ആയിട്ട് 360 ബിംബങ്ങൾ, ഓരോന്നോരോ സെക്ഷൻ, ഓരോ കാര്യത്തിൽ പറയാനൊക്കെ ഓരോരോ ബിംബങ്ങളായിട്ട്. അതൊന്നും പറ്റില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ് മാത്രമേ ആരാധനയുള്ളൂ എന്ന് പറഞ്ഞതാണ് വലിയ തെറ്റായിപ്പോയത്. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ അള്ളാഹിൻ്റെ ശത്രുക്കളും, എല്ലാ ബിംബങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മിത്രങ്ങളുമാണ് എന്നായിരുന്നു വാദം. എന്നിട്ട് പുറത്താക്കുക, അള്ളാഹിൻ്റെ മാർഗത്തെ തൊട്ട് തടയാം. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ്. സൂറത്ത് അൽ ബഖറയിലെ 217-ാമത്തെ ഒരു ആയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അൽ ബഖറയിൽ 2-3-4 സ്ഥലത്ത് ഇവർ ഈ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് ആളുകളെ തടയുന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അതിൽ 217-ാമത്തെ ആയത്ത് എങ്ങനെയാണ്? യസ്അലൂനക അനി ഷഹ്രിൽ ഹറാമി,
ആദരണീയ മാസത്തെ സംബന്ധിച്ച് അവരങ്ങയോട് ചോദിക്കുന്നു നബിയെ. കിതാലും ഫീഹി, അതിലുള്ള യുദ്ധത്തെ സംബന്ധിച്ച്, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിലുള്ള യുദ്ധത്തെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു. കുലങ്ങ് പറയണം കിതാലും ഫീഹി കബീറുൻ, ആ മാസത്തിലുള്ള യുദ്ധം ഭയങ്കരം തന്നെയാണ്, തെറ്റന്നെയാണ്. വസദ്ദുൻ അൻ സബീലില്ലാഹി, എന്നാൽ അള്ളാഹിൻ്റെ മാർഗത്തെ തൊട്ട് തടുക്കലും, വ കുഫ്റും ബിഹി, അള്ളാഹിനെ കൊണ്ട് നിഷേധിക്കലും, വൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടയലും, വ ഇഖ്റാജു അഹ്ലിഹി മിന്നു, ആ മസ്ജിദുൽ ഹറാമിൻ്റെ ആളുകളെ അവിടുന്ന് പുറത്താക്കലും ഒക്കെ അക്ബറു ഇൻദല്ലാഹി, അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും ഗുരുതരമായ കുറ്റം അതാണ്. ഈ ആയത്തിറങ്ങേണ്ടായ കാരണം, യുദ്ധമൊക്കെ അള്ളാഹുത്താല അനുവദിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജാഷ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഒരു ദൗത്യത്തിന് നിയോഗിച്ചിരുന്നു. അവർ ഒരാളെ കൊന്നു. ഓലപൂതി ജുമാദൽ ഉഖ്റയുടെ അവസാനത്തെ രാത്രി അനുസരിച്ചിട്ടാണ് അവരത് ചെയ്തത്. 30ാമത്തെ രാത്രി വെച്ചിട്ട്. സംഗതി അന്ന് റജബ് മാസം പറഞ്ഞിരുന്നു. റജബ് മുഹറമായ മാസമാണ്. 4 മാസം. മിൻഹ അർബഅത്തുൻ ഹുറും, 12 നിന്നുള്ള 4 മാസം ആദരണീയമായ മാസങ്ങളാണ്. അതിൽപ്പെട്ട മാസമാണ് ഇത് റജബ്. ഈ റജബായത് അറിയാതെ ഈ സ്വഹാബികൾ ഒരാളെ കൊന്നു. അങ്ങനെ ചരിത്രം ഉണ്ടായി. അതിലത് ഭയങ്കര പ്രശ്നമാക്കിയെടുത്തു മുശ്രിക്കുകൾ. ആദരണീയമായ മാസത്തിൽ കൊന്നു എന്നൊക്കെ പറഞ്ഞാണ്. അതിന് അല്ലാത്തല്ല മറുപടി കൊടുക്കുകയാണ്. കൊന്നത് ശരിയാണ്, അത് തെറ്റന്നെയാണ്. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ആ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പറഞ്ഞാൽ മാസങ്ങൾക്ക് പവിത്രത ഉണ്ട്. യുദ്ധത്തിൻ്റെ നിഷിദ്ധതയൊക്കെ മൻസൂഖാണ്, ആ വിധിപ്പല്ല. അതറിഞ്ഞിരുന്നോളി. ഏതായിരുന്നാലും അതങ്ങനെ സംഭവിച്ചപ്പോൾ ഇവരത് പ്രശ്നമാക്കിയപ്പോൾ അള്ളാഹുത്തലേന് കൊടുത്ത മറുപടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇതറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇതായി. കാരണം നമ്മൾ സ്വഹാബികൾ അങ്ങനെ ചെയ്തോ? ഇവരിത് ആക്ഷേപം ഉന്നയിച്ചപ്പോഴേ മുശ്രിക്കുകൾ ഇതിനെക്കുറിച്ച് വലിയ വിമർശനം ഉന്നയിച്ചപ്പോൾ തങ്ങൾക്ക് തന്നെ അത് വലിയൊരു സങ്കടമായി. അപ്പോൾ അള്ളാഹുത്തല ഇറക്കിയതാണ്. ഓരിങ്ങനെ മാസത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ഈ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളെ തടുക്കുകയും ആളെ പുറത്താക്കുകയും ഫിത്തന ഉണ്ടാക്കും. ഫിത്തനയാണ് ഏറ്റവും വലിയത് എന്നുള്ളതാണ് അതിവിടെ പറഞ്ഞത്. വൽ ഫിത്തനത്തു അഷദ്ദു മിനൽ ഖത്ൽ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫിത്തന ഉണ്ടാക്കലാണ് ഏറ്റവും വലിയത് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൽക്ക് മറുപടി കൊടുത്തത്. മുഅ്മിനീങ്ങളെ, ഞാൻ ആയത്ത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നോക്കി ഇങ്ങനെയാണ് പറയണത്. യെസ്, ആ ആയത്ത് വലിയൊരു ആയത്താണ്. അൽ-ബഖറ സൂറത്തിൻ്റെ 217-ാമത്തെ ആയത്തെന്ന് കേട്ടോളി. യസ്അലൂനക അനി ഷഹ്റിൽ ഹറാമി ഖിതാലും ഫീഹി ഖുൽ ഖിതാലും ഫീഹി കബീറുൻ വസദ്ദു അൻ സബീലില്ലാഹി വ കുഫ്റുൻ ബിഹി വൽ മസ്ജിദിൽ ഹറാമി വ ഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാഹി വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ലി. ഫിത്നയാണ് കൊലയേക്കാളും വലിയ ഗുരുതരമായ ഫിത്നയാണ്. ഫിത്ന ഉണ്ടാക്കില്ല ചില ആളുകൾ, ഓരോരോ ഫിത്നകൾ ഉണ്ടാക്കുക. ഇവിടെ ഖത്ലിനെക്കാട്ടിലും ഗുരുതരമായ പാപമാണ് ഫിത്ന എന്ന് പറയുന്നത്. ആ ഫിത്ന എന്താണെന്നൊക്കെ തഫ്സീറിൽ പറയുന്നുണ്ട്. നമ്മളെ ചർച്ച ഇപ്പോൾ അതല്ലാത്തതുകൊണ്ട് എന്നത് പറയണില്ല. വല യസാലൂന യുഖാത്തിലുനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങൾ ദീനത്തൊട്ട് അവർ നിങ്ങളെ തടുക്കാനും തട്ടിക്കളയാനും. ഇൻ ഇസ്തതാഉ വമൻ യർതദിദ് മിൻകും അൻ ദീനി, അത് കണ്ടിട്ട് ആരെങ്കിലും മുർത്തദായാൽ ഫയമുതു വഹുവ കാഫിറുൻ. ഒടുക്കി ഓല ഫിത്ന കണ്ടാണ്ട് ഓല നിങ്ങളെ ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. ഇനി യുദ്ധം ചെയ്യും. അത് കണ്ടിട്ട് ആരെങ്കിലും മുർത്തദായി പോയാൽ, അങ്ങനെ കാഫിറായിട്ട് എങ്ങാനും മരിച്ചു പോയാൽ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അത്തരം ആളുകളുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. വഉലൈക അസ്ഹാബുന്നാർ, അവർ നരകക്കാരാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകത്തിൽ നിത്യവാസികളുമാകും എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്കാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞ വേറെ ആയത്ത് കാണിച്ചു തരാം മുന്നേ. അത് സൂറത്ത് അൽ-ബഖറയിലെ 114-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ഇന്ന് കേട്ടുള്ളതാണ്. 114 ഇങ്ങനെയാണ്. 114 വമൻ അളമു മിമ്മൻ മന മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ വസതികളെ തടയുന്നവനേക്കാളും വലിയ അക്രമി ആരാണ്? ആരാണ് ഏറ്റവും വലിയൊരു വോല്യമുള്ളത്? അള്ളാഹിൻ്റെ വീടുകളെ തടയുക. അയ്യുദ്കറ ഫീ അസ്മുഹു, അള്ളാഹിൻ്റെ വീട്ടിൽ അള്ളാഹിൻ്റെ നാമങ്ങൾ പറയപ്പെടലിനെ തൊട്ട് വിലങ്ങ. അതിന് അനുവദിക്കണമല്ലോ. ഇവിടെ മസ്ജിദുൽ ഹറാമിൻ്റെ മാത്രമല്ല, മസ്ജിദുൽ ഹറാമിന് 1-ാമത്തെ പള്ളി. ഏത് പള്ളിയാണ് ഇവിടെ നിസ്കരിക്കണമെന്ന് നിൽക്കലല്ലോ തടയുന്നവരെക്കാട്ടിലും വലിയ അക്രമി ആരാളുള്ളത്? വസഅ ഫീ ഖറാബിയ, അങ്ങനെ മസ്ജിദുകളുടെ ഖറാബിൽ പരിശ്രമിക്കുക, മസ്ജിദുകൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. മസ്ജിദ്
നല്ല കേട്ടോളി. ഉലായിക്കമാക്കാനലഹും പിന്നെ അത്തരം ആളുകൾക്ക് ആ മസ്ജിദുകളിലേക്ക് പേടിച്ചുകൊണ്ടല്ലാതെ പ്രവേശിക്കാൻ പറ്റില്ല. അവർക്ക് ആ പള്ളി കടക്കാൻ പറ്റൂല. ഫിദ്ദുന്യ ലഹും ഫിദ്ദുന്യ ഖസിയുൻ, അത്തരം ആളുകൾക്കൊക്കെ ദുനിയാവിൽ വലിയ നിസ്സാരത ഉണ്ടാവും. ആർക്ക് പോയമോ? ആർക്ക്? പള്ളികളെ തൊട്ട് ആളുകളെ തടയുകയും പള്ളി തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ദുനിയാവിൽ ഏതുണ്ടാവും? അള്ള പറയണ നിസ്സാരതയാണ് ഉണ്ടാവുന്നത്. വലവും ബിൽ ആഖിറതി അദാബുൻ അദീം, അവർക്ക് വണ്ണമായ ശിക്ഷ പരലോകത്തുണ്ടാവും ചെയ്യും. അറിഞ്ഞു. ഇന്നിപ്പോൾ ഈ ശ്രമങ്ങളൊക്കെ നല്ല നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ശ്രമം നടത്തിയവർക്കൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്ന് നടത്തുന്നവർക്കും ഉണ്ടാവും, ആണെങ്കിൽ മനസ്സിലാക്കിയുള്ളൂ. അന്ന് നടത്തിയവർക്ക് ഉണ്ടായി. എന്തുണ്ടായി? ഹിജ്റ പോയി 8ാമത്തെ കൊല്ലം റസൂൽ അങ്ങനെ തിരിച്ചു വന്നു. ഈ പുറത്താക്കിയവരൊക്കെ നിന്ദ്യരായി വന്നിങ്ങനെ മുമ്പിൽ നിന്നില്ലേ? അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താ പ്രതീക്ഷിക്കണത്? ഞങ്ങൾ മാന്യമായൊരു സമീപനമാണ് അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്. റസൂലുള്ളാഹിനോട് വരും. തങ്ങൾ പറഞ്ഞു, ഇത് വ അൻതുമുത്തുലഖ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. അന്ന് യൂസുഫ് നബി ആ കിണറ്റിലേക്കിട്ട ജ്യേഷ്ഠന്മാരോട് പറഞ്ഞതുപോലെ, കിണറ്റിലേക്കിട്ട സഹോദരന്മാരും ബാപ്പി ഇമ്മയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നല്ലോ. പെരുമാഞ്ഞ് ഉറങ്ങുന്നുണ്ട് രാവിലെ തന്നെ. ആ സമയത്ത് വല്ലാത്തൊരു രംഗാണ് സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല അത് പറയുന്നത്. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമല്ല. ഇദ്ഹബൂ, നിങ്ങൾക്ക് പോയിക്കോളി, വന്തുമുത്തുലക്ക, നിങ്ങൾ സ്വതന്ത്രരാണ്. അതേ മാർക്കാണ് ഞാനെന്ന് നിങ്ങളോട് പറയണത്. പറഞ്ഞിട്ട് ഇവരൊക്കെ പോയില്ലേ, ആ ക്യാബിൻ്റെ ചാവിയുള്ള ആളുടെ സുമാരമുന്നതല്ല, അയാൾ വിളിച്ചിട്ട് ചാവി ഉണ്ടായിരുന്നു. ചാവിന് കൊടുത്തില്ല, ഞാൻ തുറന്ന് 2 റക്അത്ത് നിസ്കരിച്ച് റസൂലിൻ്റെ ഇറങ്ങിയൊക്കെ വന്നു. അപ്പോൾ ആ ചാവി അലിയാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്നാലും നബി അധികാരം എന്ന് പറഞ്ഞു. ചരിത്രമാണതൊക്കെ. അപ്പോൾ നബി നിങ്ങൾ അപ്പോൾ അല്ലാഹുവിൻ്റെ ആയത്തിൻ്റെ ഇറക്കി കൊടുത്തു. കാബൻ്റെ ഉള്ളിൽ വെച്ചൊരു ആയത്തിൻ്റെ ഇറങ്ങി, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനത്തുകളൊക്കെ അതിൻ്റെ അർഹരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള കൽപ്പിക്കുന്നു എന്നുള്ള ആയത്ത് അപ്പിറങ്ങിയതാണ്. അപ്പോൾ നബികൾ ഉസ്മാൻ ബിൻ തലാനെ വിളിച്ചിട്ട്, പിടിച്ചോ ഖാലിദത്തൻ താലിദത്തൻ, ഇനി കാലാകാലം ഇങ്ങൊക്കെയാണ്. ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഖുറൈശികളിലെ ഒരു ബ്രാഞ്ചാണത്. ഖുറൈശികളിൽപ്പെട്ട കുറേ താവൈകളുണ്ട്. അല്ല, കഅബ നോക്കാനൊക്കെ ഉള്ള അധികാരം ഓൽക്കായിരുന്നു. വെള്ളം കുടിപ്പിക്കാനുള്ള അധികാരം ബനു ഹാഷിമിനായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ഈ താവൈക്ക്, ഓരോ താവൈക്കൊക്കെ ഓരോ അധികാരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അലിയാർ പറഞ്ഞു, നബി ഞാൻ താക്കോലിഞ്ഞ് ഞങ്ങൾക്ക് തന്നാളി, ആ അധികാരം പാടെ സിക്കായത്തിൻ്റെ കൂടെ സദാനത്തും പാടെ ഞങ്ങൾക്ക് തന്നാളിന്ന് അള്ളാഹ് ഈ ആയത്തിൻ്റെ ഇറക്കി കൊടുത്തു. അതിൽ അലിയാർക്ക് കൊടുത്തില്ല. മറ്റാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിടിച്ചു പറഞ്ഞു, സംസു ഉറങ്ങുന്നുണ്ട്. ഈ ഉസ്മാൻ ബിൻ തല്ലനോട് ഹിജ്റ പോണതിന് മുമ്പ് നബി ഒരുക്ക ആ ചാവിന്ന് കെട്ടിക്കാൻ ഞാനൊന്ന് കാബിനുള്ളിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു മുഅ്മിനീങ്ങളെ. അപ്പോൾ റസൂലുള്ളാഹിനോട് കയറക്കുകയും തങ്ങളെ വിരട്ടുകയാണ് ഇയാൾ ചെയ്തത്. ഇന്നിപ്പോൾ മക്ക പൊത്തായപ്പോഴെ വിളിച്ചിട്ട് കൊണ്ടാ ചാവി പറഞ്ഞപ്പോഴാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. ആ ചാവി ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഇനി കാലകാലം ഇങ്ങൊക്കെ എന്നെയെന്ന് പറഞ്ഞു. തഫ്സീറിലൊക്കെ പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ അടുത്താണ് ചാവി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ എങ്ങനെ എനിക്കറിയില്ല. തഫ്സീറൊക്കെ എഴുതിയപ്പോൾ അങ്ങനെയാണ്. നിങ്ങളെ പറ്റി ഇവിടെ അന്വേഷിച്ചോളി. അങ്ങനത്തെ വലിയൊരു സംഗതി ഉണ്ടായി. ഇവരെന്താ ചെയ്തത്? നിസ്കരിക്കാൻ പറ്റൂല പറഞ്ഞ ആളുകളാണ്. അബൂജഹൽ പറഞ്ഞു, ഇനി ഇവിടുന്ന് ഈ മുഹമ്മദ് ഈ മണ്ണൊക്കെ നെറ്റിയൊക്കെ മണ്ണിൽ വെച്ചിട്ട് നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനെങ്ങാനും ഞാൻ കാണട്ടെ, കാട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നു. അബൂജഹൽ തടുക്കാനും വന്നു. തടുക്കാൻ വന്നതിലേറെ സ്പീഡിൽ മൂപ്പര് പിന്തിരിഞ്ഞ് ഓടണം കൊണ്ടോ ആളുകളൊക്കെ ആകെ എന്താ ഇത് സംഭവിച്ചതെന്നായിപ്പോയി. അബൂജഹലിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, എന്തേ ഇപ്പോൾ പറ്റിയത്? ഞാനവിടെ ചെന്നപ്പോഴേ ഒരു ഭയങ്കര ഗർത്തവും പല ചിറകുകളൊക്കെ എന്നെ കൊണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു, അത് ജിബ്രീലായിരുന്നു. അവനെങ്ങാനും എൻ്റെ അടുത്ത് അടുക്കുകയാണെങ്കിൽ അവൻ്റെ ഓരോ അവയവങ്ങൾ ഇങ്ങനെ ഊരിയെടുക്കുമായിരുന്നു ജിബ്രീൽ. അതിനെ പറ്റിയാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, അറഅയ്തല്ലദീ യൻഹാ, നീ കണ്ടോ അല്ലദീ യൻഹാ, തടയുന്നവനെ, അബ്ദൻ അടിമയെ, ഇദാ സല്ലാ നിസ്കരിച്ചാൽ, അടിമ നിസ്കരിക്കുമ്പോൾ തടയുന്നവനെ നിങ്ങൾ കണ്ടോ? അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ലാഹ് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ അറിയില്ലേന്ന്. അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഭവനം, അള്ളാഹിനെ മാത്രമായി ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി അതിൽ ഏറ്റവും ആദരണീയമായ ഭവനം, അവിടെ അള്ളാഹു തആലക്ക് സുജൂദ് ചെയ്യുന്നത് തടുക്കണ ആ ധിക്കാരം നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? അറഅയ്ത
ഇല്ലം അങ്ങനെ അറൈത്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറ കല്ലാ ലഇല്ലം യന്തഹി, അവൻ നിർത്തുന്നില്ലെങ്കിൽ, അവൻ്റെ ഈ പരിപാടി നിർത്തുന്നില്ലെങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ, അവൻ്റെ കുടുമ ഞാൻ പിടിച്ചു വലിക്കും അല്ല പറയാണ്. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅത്തിൻ, നിഷേധിയും പാപിയുമായ ആ കുടുംബമുണ്ടല്ലോ, അത് ഞാൻ പിടിച്ചു വലിക്കും. ഫല്യദു നാദിയ, അവൻ്റെ സഭക്കാരൊക്കെ ഒന്ന് വിളിച്ചോട്ടെ. നാദി ഉണ്ടല്ലോ, രാത്രി ചൊല്ലിക്കൊണ്ടിരിക്കണേ, സഭയിലിരിക്കണേ, അതിനാണ് നാദിയ എന്ന് പറയാം. സനദു സബാനിയ, ഞാൻ സബാനിയാക്കളെ വിളിച്ചോളാം. കല്ല, ഒരിക്കലും വേണ്ട നബിയെ, ലാ തുത്യ, അവനക്ക് അനുസരിക്കണ്ട, ഫസ്സുദ് വക്തരിവ്, സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുത്തോളി നബിയെ. ഇതൊക്കെ ഉണ്ടായി മുമിനിങ്ങളെ. സുജൂദ് ചെയ്യാൻ പറ്റൂല പറഞ്ഞു. സുജൂദ് ചെയ്തപ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല ചെയ്യുന്ന കാരണം കൊണ്ട് ഇട്ടു. എന്തെല്ലാം ചെയ്തു? അവസാനം ഗത്യന്തരമില്ലാതെ റസൂലും സാഹിബികളും മക്ക വിട്ട് പോയി. ഇതൊക്കെയാണ് ഈ പറയുന്നത്. എത്ര സ്ഥലത്തെ ഖുർആൻ പറഞ്ഞ നിങ്ങൾക്കറിയോ? അങ്ങനെ പോയിട്ട് പിന്നെ ബദറുണ്ടായല്ലോ. എന്തിനാ ബദറുണ്ടായത് നിങ്ങൾക്കറിയോ? ഇന്നലെ ബദറായിരുന്നു. എന്തിനാ പറയുമ്പോൾ ബദറുണ്ടായത്? അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാനല്ലേ ആദ്യം പോയത്. എന്തിനാ പിടിക്കണത്? മോശമല്ലേ അങ്ങനെ പിടിക്കണത്? ഒരു കച്ചവടത്തിനോടൊക്കെ പിടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ ഞങ്ങൾക്ക്? എന്താ നിങ്ങൾക്കൊന്ന് ഒന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അബൂ സുഫിയാൻ്റെ ഈ കച്ചവട സംഘം എന്താ നിങ്ങൾക്കറിയോ? 40-40 ആളുള്ള കച്ചവട സംഘത്തിൻ്റെ ലക്ഷ്യം, അതിൽ കുറേശികൾക്കൊക്കെ എല്ലാവരും അതിൽ പണം മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ ലാഭം മുസ്ലിങ്ങളെ മദീനത്തിൽ നിന്ന് തകർക്കാൻ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു. ഹിജറ പോയിട്ടും വിടൂല എന്നുള്ളതാണ് സംഭവം. ആ ലാഭമൊക്കെ അതിനു വേണ്ടിയാണ്. മദീനത്തേക്ക് പോയില്ലേ, മദീനത്ത് പോയലോട് ഏറ്റുമുട്ടി ഓരോ തകർക്കാൻ വേണ്ടി വിനിയോഗിക്കാനാണ് ലാഭം എന്നാണ് തീരുമാനം. ആ വിവരം റസൂലുള്ളാഹിക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അറിയിച്ചു കൊടുക്കുകയാണ് മകത്തുനിന്ന്. എളാപ്പ അബ്ബാസ് പോലെ ദൃഷ്ടിയിൽ കാഫറാണ്, അപ്പം അസ്റാറുകളൊക്കെ അറിയും. അതിനാണ് പോയത്. മനസ്സിലായെങ്കിൽ അങ്ങനെ പോയി. ബദറുണ്ടായി. ബദറിൽ നല്ലൊരു തിരിച്ചടി അള്ളാഹുത്താല അവർക്ക് കൊടുത്തു. ചരിത്രമൊക്കെ നിങ്ങളിതിൽ കേട്ടില്ലേ? പിന്നെ 3-ാമത്തെ കൊല്ലം ഉഹുദുണ്ടായി. ചെറിയ തിരിച്ചടി ആർക്ക് കൊടുത്തു അള്ളാഹുത്താല? മുസ്ലിമീങ്ങൾ കൊടുത്തു. കാരണം കുറഞ്ഞൊരു അനുസരണക്കേട് കാട്ടി. മലയിൽ നിൽക്കാൻ പറഞ്ഞ ഒരു വനിയമത്ത് കണ്ടപ്പോൾ ഇതിന് ഓടി വന്നു. അപ്പോൾ ഒരു അടി അള്ളാഹുത്താല അവിടെ മുസ്ലിങ്ങൾക്ക് ചെറുതായിട്ട് കൊടുത്തു. 4-ാമത്തെ കൊല്ലം സുഖസുന്ദരമായിട്ടൊരു ബദറുണ്ടായി, വിജയമുണ്ടായി. 5-ാമത്തെ കൊല്ലം ഖന്തക്ക് ഉണ്ടായി. ഖന്തക്ക് യുദ്ധം, മദീന 12,000 ശത്രുക്കൾ വളഞ്ഞ വല്ലാത്തൊരു സംഗതിയാണ്. സൂറത്ത് അഹ്സാബ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ പേരിൻ്റെ സൂറത്താണ്. അള്ളാഹുവിൻ്റെ ഗംഭീരമായ സഹായം കൊണ്ട് മോമിനികൾ അനുഗ്രഹിച്ചു. അബൂ സുഫിയാനും ടീം ഓടിപ്പോയി. അന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയുള്ളൂ, ഓല് ഇങ്ങോട്ട് ഇനി വരൂല എന്ന് പറഞ്ഞു. പിറ്റേ കൊല്ലം, ഹിജറ 6-ാമത്തെ കൊല്ലം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യണതും മുടി എടുക്കണതൊക്കെയാണ് സ്വപ്നം കണ്ടത്. കേൾക്കണം നിങ്ങൾ. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്ക് പോകുന്നവർക്ക് പോരാറുണ്ട്, എല്ലാവർക്കും ഭയങ്കര കമ്പല്ലേ. ഒരു 4-5 കൊല്ലം മുമ്പ് മുഹാജിരികളെ സംബന്ധിച്ച് 4-5 കൊല്ലം മുമ്പ് തന്നെ പോകുന്നതാണ്. ആ പുണ്യ നഗരിയിൽ നിന്ന്, ആ പുണ്യഭൂമിയിൽ നിന്ന് ഓൽക്കൂടെ കാണാനും അവിടെ ഇവാത്തിനൊക്കെ ഭയങ്കര കമ്പുണ്ട്. എല്ലാവരും തയ്യാറായി. 1400ഓളം ആളുകൾ അതിന് തയ്യാറായി. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല സൂറത്ത് ഫത്തിൽ പറയാണ്, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖി ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലികീന റൂസകും വമുഖസ്സിരീൻ ലാ തഖാഫൂന ഫഅലിമ മാ ലം തഅലമു ഫജഅല മിൻ ദൂനി ദാലിക ഫതഹൻ ഖരീബ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. സംഗതിക്കാൻ പറഞ്ഞുതരാം. അങ്ങനെ പോയിട്ട് എന്തുണ്ടായതരങ്ങൾ ചുരുക്കി പറയാണ്, നീട്ടി പറയാൻ പേജുകളോളമാണ് അതിനെ സംബന്ധിച്ച്. ഈ സൂറത്ത് ഫത്ഹിൽ കാര്യമായിട്ട് ആ സംഭവമാണ് പറയുന്നത്. ഒരുപാട് ആയത്തുകളുണ്ട്. അതിൻ്റെ രത്ന ചുരുക്കം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി പോയി ദുൽഹുലൈഫിൽ വെച്ചിട്ട് ഇഹ്റാമൊക്കെ കെട്ടി യുദ്ധത്തിനൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിയഡിനെ നബി വിട്ടീനി. മക്കക്കാരുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി. മക്കക്കാർ പറഞ്ഞാണ്ട് ഭയങ്കര യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാണ്. നബി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബിയും സ്വഹാബികളും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ റസൂലുള്ളാഹി സ്വഹാബത്തിനോടൊക്കെ അഭിപ്രായമൊക്കെ ആരാഞ്ഞു, മുഷാവറ ചെയ്തു, എന്താ നമ്മൾ വേണ്ടത്, നമ്മൾ പോവുക, നമ്മൾ യുദ്ധത്തിന് പോകുന്നതല്ലല്ലോ, യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പാടെ നോക്കാം എന്ന് പറഞ്ഞാണ്ട് പോയാണ്ട് ബനു കഅബ് ഗോത്രക്കാരുടെ തായ്വരയിൽ ചെന്നപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം അവിടെ ഇരുന്നു.
ഒട്ടകത്തിൻ്റെ പേരെന്താ? കസ്വ എന്നാണ്. കസ്വ അവിടെ ഇരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു ഖലഅത്തിൽ ഖസ്വാവു, ഈ കസ്വാവ് ഒട്ടകം ഇരുന്നു കളഞ്ഞു, നടക്കണില്ല, അത് പറ്റ മടിച്ച് കഴിക്കണു എന്നാണ് പറയണത്. നബി തങ്ങൾ പറഞ്ഞു അതല്ല, ഒട്ടകത്തിനെ ഹബസഹു ഹാബിസുൽ ഫീൽ, ആനയെ തടഞ്ഞു നിർത്തിയ അല്ലാഹു തആല തന്നെയാണ് ഈ ഒട്ടകത്തിനെയും തടഞ്ഞു നിർത്തിയത് എന്ന് പറഞ്ഞു. ആനയെ തടഞ്ഞവെന്ന് പറഞ്ഞാൽ ആനനെ മനസ്സിലായില്ലേ? ആനക്കല സംഭവം ഉണ്ടായല്ലോ. ആന പട വന്നിട്ട് കഅബ വിളിച്ചാൻ വേണ്ടി വന്നപ്പോൾ വാദി മുഅസ്സറിൽ ആന അവിടെ ഇരുന്നു. മഹമൂദ് പറഞ്ഞ ആന എന്തായാലും മക്കൻ്റെ ഭാഗത്ത് വിളിച്ചാൽ പോരൂല, ഓരോടുക്ക് വിളിച്ചാലും പോവും. ആന അവിടെ നിന്നു. അതേമാതിരി ഈ ഒട്ടകം അവിടെ ഇരുന്നു. പിന്നെ റസൂലുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടകത്തിനെ തുളിച്ചപ്പോൾ ഒട്ടകം നേരെ നീച്ചാണ്ട് ഹുദൈബിയൻ്റെ ഭാഗത്തേക്കാണ് പോയി. ഹുദൈബിയ എന്ന ഒരു കിണറിൻ്റെ പേരാണ്. ആ ഏരിയയിലുള്ള അന്നൊക്കെ കിണറിനാണ് ഏറ്റവും പ്രധാനം. മരുഭൂമിയിലൊക്കെ ഒരു കിണറുണ്ടാകാൻ വലിയതാണ്. അതിന് ചുറ്റിപ്പറ്റി കുറേ ആളുകളുണ്ടാവും. ഹുദൈബിയൻ്റെ ഭാഗത്തേക്ക് പോയി അതിൻ്റെ അടുത്ത് പോയിരുന്നു ഈ ഒട്ടകം. പിന്നെ പോവില്ല. അങ്ങനെ ചുരുക്കി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ദൂതനെ വിട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിട്ടു. ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, വാളെ കുറേ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ അതിനെ അനുവദിക്കണം എന്ന് പറഞ്ഞാണ്ട് അതിൽ ചില ആളുകളൊക്കെ വന്നു. അതിൽ മൂന്നാമതായിട്ട് ചർച്ചയ്ക്ക് വന്ന ആളാണ് സുഹൈൽ ഇബ്നു അംർ. അവിടെ നിന്ന് കിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. സുഹൈൽ ഇബ്നു അംർ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയണ ഈ ഹുദൈബിൽ വെച്ചിട്ട് ഒരു സന്ധിയിൽ അവസാനിക്കുകയാണ് മുഅ്മിനീങ്ങളെ. 6ാമത്തെ കൊല്ലം സ്വപ്നം കണ്ടു, തവാഫ് ചെയ്യുന്നതും മുടി മുറിക്കണമൊക്കെ സ്വപ്നം കണ്ടപ്പോൾ അതിന് തയ്യാറായി 1400ഓളം ആൾ റസൂലുള്ളാഹിന്റെ കൂടെ വന്നതാണ്. ഓലൊക്കെ ഹുദൈബിയിൽ എത്തിയിട്ട് ഒരു കരാറുണ്ടാക്കണം, സന്ധി ഉണ്ടാക്കുകയാണ്. ആ സന്ധി ഇതിനെ കേട്ടോളൂ, ഹുദൈബിയ സന്ധി എന്നാണ് ഇതിൻ്റെ പേര്. ഇസ്ലാമിക ചരിത്രത്തിലൊരു വൈത്തിരിവാണ്. ഫതുഹുൽ ഫുതൂഹ്, വിജയങ്ങളുടെ വിജയം എന്നാണ് അതിൻ്റെ പേര്. ആ സന്ധി കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ അത് ആയത്തിറക്കി കൊടുത്തു. ഇന്നോ ഫത്തുഹിനോലൊക്കെ ഫത്തുഹം മുബീന എന്നുള്ള സൂറത്ത് അങ്ങോട്ട് ഇറക്കി കൊടുത്തത്. ഫത്തുഹ് എന്നുള്ള സൂറത്ത് ആ സന്ധി കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോഴാണ് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തത്. അത്രയും വലിയ വിജയമുള്ള ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി. ആ സന്ധി ഇങ്ങൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ആ സന്ധിയിൽ എന്താ തീരുമാനം ഉണ്ടായതെന്നുള്ളത് കരിമാജി കേൾക്കുന്നുണ്ടോ? എന്തിനാന്ന് പറഞ്ഞൊക്കെ ചോദിക്കണ്ടോ നിങ്ങൾ? അവിടെ 1ാമത്തെ സന്ധി തന്നെ ഈ കൊല്ലങ്ങൾ കടക്കാൻ പാടില്ല അങ്ങോട്ട് എന്നാണ് പറയുന്നത്. കാബിനെ തൊട്ട് തടയണേ, മസ്ജിദിനെ തൊട്ട് ആ സന്ധി കേട്ടോളി. ആ സന്ധി ഏറ്റവും ഗുണപാഠമുള്ള ഒരു കരാറാണ്. അങ്ങനെ സുഹൈലാണ് ഖുറൈശികളെ പ്രതിനിധീകരിച്ച് വന്നത്. ഈ സുഹൈൽ വന്നപ്പോൾ തന്നെ നബി പറയണം കേട്ടോ, ഒരു പോയിന്റ് കേട്ടോളിട്ടോ, അത്രേമാക നല്ലൊരു പോയിന്റ് വന്നേരം. കത് സഹലലക്കും മിൻ അംരിക്കും, കാര്യമൊക്കെ എളുപ്പമായിക്കണമെന്ന് തങ്ങൾ പറഞ്ഞു. അതും ഉർവത്ത് ബിൻ മസ്ഊദ് വന്നിക്കണ്. പിന്നെ മറ്റേ ഉർവത്ത് ബിൻ മസ്ഊദ് വന്നിക്കണ്. പിന്നെ ആര് വന്നിക്കണെന്നറിയോ? ബുദൈൽ ബിൻ വർക്കാവ്. ഇവരൊക്കെ ആദ്യം ചർച്ചയ്ക്ക് വന്നതാണ്. മൂന്നാമതായിട്ട് സുഹൈലാണ് വന്നത്. സുഹൈൽ വന്നപ്പോൾ തങ്ങൾ പറയാണ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. അതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? സുഹൈൽ പറഞ്ഞാൽ സെഹിലിൻ്റെ അതേ അർത്ഥമാണ്, എളുപ്പമായത് എന്നാണ്. അത്തരം പേര് കൊണ്ടൊക്കെ റസൂലുള്ളാഹി വലിയ സുബലക്ഷണം കാണുമായിരുന്നു എന്നുള്ളതാണ്. തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ല പേര് കേൾക്കൽ. ഒരു ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു പേര്, ഒരു പ്രതീക്ഷയുള്ള പേര് കേൾക്കലൊക്കെ തങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷ. അതുകൊണ്ട് സുഹൈലാണ് വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സഹിലാവുന്ന ഒരൊറ്റ പറച്ചിൽ റസൂൽ ഇതാണ് പറഞ്ഞു ചെയ്തു. അങ്ങനെ ചുരുക്കി പറയാം. പിന്നെ സുഹൈൽ വന്നിട്ട് പറയാണ് ആത്തി വരി ഉക്തുബ് ബൈനക കിതാബ്, നമുക്കൊരു സന്ധി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നബി തങ്ങൾ അലിയാരെ വിളിച്ചു. അലിയാരെ വിളിച്ചിട്ട് എഴുതാൻ പറഞ്ഞു. എന്താ എഴുതാൻ പറഞ്ഞത്? ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയാണല്ലോ തുടക്കം. അതുങ്ങൾ പറഞ്ഞത് സുഹൈൽ പറയാണ് അമ്മ റഹ്മാൻ ഫ വല്ലാഹി മാ അദ്രിമാവോ, ഈ റഹ്മാൻ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അറിയാത്തൊന്നും എഴുതാൻ പറ്റില്ല. റഹ്മാനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക, മുശ്രിക്കാണേ. അതുകൊണ്ട് എന്തെഴുതിക്കോളി, ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. ബിസ്മിക, നിൻ്റെ നാമം കൊണ്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ അല്ലേ, പോരെ? അയാൾ പറയാം റഹ്മാൻ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, അത് പറ്റില്ലായിരുന്നു. കമാകുന്ത തത്തുബ്, പണ്ടങ്ങൾ അങ്ങനെയല്ലേ എഴുതിയത്, നിങ്ങൾ പണ്ട് ഇങ്ങനെ തന്നെയല്ല എല്ലാവരും. അപ്പോൾ ഓലും അള്ളാഹ് അവർക്കുണ്ട് ബിസ്മിക അല്ലാഹുമ്മ എന്നൊക്കെ ഒരു പറയുകയൊക്കെ ചെയ്യും, ഞാൻ കുഴപ്പമില്ല. അപ്പോൾ നബി എന്ത് പറഞ്ഞു അറിയോ? ഫഖാൽ മുസ്ലിമന, മുസ്ലിങ്ങളൊക്കെ പാടെ പറഞ്ഞു വല്ലാഹി ലാ നക്തുബ്, അങ്ങനെ എഴുതാൻ പറ്റൂല. ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാത്തൊരു പരിപാടിനെ പറ്റൂല. ആരാ പറയണം? റസൂലാണോ?
റസൂലല്ല, സ്വഹാബത്താണ് ഈ പറയുന്നത്. ഫക്കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്താ പറഞ്ഞോ, ഉക്തുബി ബിസ്മിക അല്ലാഹുമ്മ, അങ്ങനെ എഴുതി കൂടിയാണ്. സുഹൈൽ പറഞ്ഞവർക്ക് തന്നെ മതി. എന്ത് എഴുതിയാൽ മതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേണ്ട, ബിസ്മിക അല്ലാഹുമ്മ മതി. കേട്ടോളി, നല്ലോണം കേട്ടോളി. സുമ്മക്കാല, പിന്നെ നബി പറഞ്ഞു ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. എന്ത്? ആദാമ കാല അലൈഹി മുഹമ്മദുൻ റസൂലുള്ള, അള്ളാഹിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്ത സന്ധി എഴുത്ത് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൈൽ പറയാ, വല്ലാഹി ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹി മാ സ്വതദ്നാക അനിൽ ബൈത്തി വലാ ഖാതൽനാക. നിങ്ങൾ അള്ളാഹിൻ്റെ പ്രവാചകനാന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അള്ളാഹിൻ്റെ വിശുദ്ധ ഗേഹത്തെ തൊട്ട് നിങ്ങളെ തടയുകയോ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല. നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ വിശ്വസിക്കണില്ലല്ലോ, അവിടെ അത് എഴുതാൻ പറ്റില്ല. റസൂലുള്ള വെട്ടണം എന്ന് പറഞ്ഞു. മനസ്സിലാക്കിക്കോളി. അപ്പോൾ വലാകിൻ നുക്തുബ് മുഹമ്മദ് ബിൻ അബ്ദുള്ള, ഇങ്ങനെ എഴുതാം. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് വേണമെങ്കിൽ എഴുതാം. റസൂലുള്ള എന്ന് എന്താക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. എന്താ പറയുക നിങ്ങൾ? ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, പിന്നെ വല്ലാഹി വലാകിൻ ഫഖാല ലഹു നബി വല്ലാഹി ഇന്നി റസൂലുള്ള, അല്ല സത്യം ഞാൻ അള്ളാഹിൻ്റെ റസൂൽ തന്നെയാണ്. വൈൻ കദബ്തുമൂനി, നിങ്ങൾ എന്ത് കളവാക്കിയാലും ഞാൻ സത്യം ഞാൻ അള്ളാഹിൻ്റെ റസൂലാന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്നാലും ഉക്തുബ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അങ്ങനെ തന്നെ എഴുതാറുണ്ട്. ആര്? സംഗതി അള്ളാഹിൻ്റെ റസൂലാണ്, നിങ്ങൾക്ക് പറ്റില്ലേ വേണ്ട, നിങ്ങൾ നിശ്ചയിച്ചാലും വേണ്ടില്ല, സത്യം അതാണ്. നിങ്ങൾ പറഞ്ഞവർക്ക് തന്നെ എഴുതാ, മുഹമ്മദ് ബിൻ അബ്ദുള്ള എഴുതാന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളൊരു വ്യവസ്ഥയും കൂടി പറഞ്ഞത്, അലാ തുഹല്ലു ബൈനനാ വ ബൈനൽ ബൈത്തി ഫനതൂഫ ബി, നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് കഅബയിൽ തവാഫ് ചെയ്യാൻ സൗകര്യം ചെയ്തു തരണം. അതാണ് ഇപ്പോൾ കരാറ്. മറ്റേ തർക്കമൊക്കെ ഒഴിവായി, റസൂലൊക്കെ ഒഴിവാക്കി ഒക്കെ എഴുതി. അവിടെ വേറെ റിവായത്തിൽ ഇങ്ങനെ അലിയാരോട് നബി പറഞ്ഞു, റസൂലുള്ള വെട്ടിക്കോളാറ്. അത് ഞാൻ വെട്ടൂല, എന്നാൽ ഞാൻ വെട്ടിക്കോളാറ്. ഞാൻ വെട്ടിക്കോളാറുണ്ട് റസൂലുള്ളാക്ക്. റസൂലുള്ള ഏതാണ് മുഹമ്മദ് ഏതാണെന്ന് ആർക്കറിയില്ല, കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കേട്ടോ നിങ്ങൾ? കേട്ടണോ? നബി തങ്ങൾ നിരക്ഷരരായിരുന്നു. സ്വന്തം പേര് പോലും എഴുതാനും വായിക്കാനൊന്നും അറിയുമായിരുന്നില്ല. കേട്ടണോ? അപ്പോൾ വലിയൊരു വെട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടാം, എനിക്കറിയണ്ടേ ഏതാ റസൂലുള്ള ഏതാണ്, ഇതിന് മുഹമ്മദ് ഏതാണെന്ന് അറിയണ്ടേ. നമുക്ക് അതിനാണ് വലിയ പോയിന്റ് മുസ്തഫ. റസൂലുള്ള അങ്ങനത്തെ നിരക്ഷരനായിരുന്നു എന്ന് വരണം. എന്താ മെച്ചം? വേറെ ആരാന്നുള്ള പ്രസംഗിച്ചിരുന്നു? റസൂലിന് അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഖുറൈശിയാണ്, അന്ന് ഒരു മോശം ഉണ്ടായിരുന്നില്ല, ഭയങ്കര പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് സത്യം. അത്രയും നിരക്ഷരനായ ഒരാളിൽ നിന്നാണ് ഇത്രയും വലിയൊരു ഗ്രന്ഥം. അതിന് തുല്യമായ ഒന്ന് അന്നത്തെ സാഹിത്യ പടുക്കൾക്ക് പോലും കൊണ്ടുവരാനും കഴിഞ്ഞില്ല, ഇന്നോളം കഴിഞ്ഞില്ല. 1400 കൊല്ലമായിട്ടും സമുദായത്തിന് വഴികാട്ടിയായി ഉയർന്നു നിൽക്കുകയാണ് ഈ ഗ്രന്ഥം. തുല്യമായൊരു ഗ്രന്ഥം വേറെ ഇതില്ല. ഇത് സ്വന്തം പേര് പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളിൽ നിന്ന് ലോകത്തിന് കിട്ടിയെന്ന് പറയുമ്പോൾ അതിലാണ് തെളിവ്, അതിലാണ് ആയത്ത്. അല്ലാതെ നമ്മൾ സുഹൃദാനം മോശമാക്കാൻ വേണ്ടി നമ്മൾ നിരക്ഷരനാണെന്ന് പറയല്ല. മനസ്സിലായോ? ഈ റിവായത്തിൽ ഏതായാലും ആ സംഗതിയൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. കേട്ടോളിട്ടോ. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സുഹൈൽ പറയാണ്, വല്ലാഹി ലാ തതഹദ്ദസുൽ അറബു അന്നാ ഉഖിദ്നാ ലഗത്തൻ, ഇപ്പം നിങ്ങൾ എന്തായാലും തവാഫ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ക്ഷീണമാണ്. അറബികളൊക്കെ എന്താ പറയുക, ഞങ്ങൾ തോറ്റെന്നല്ല പറയാം. നിങ്ങൾ ഇങ്ങോട്ട് 1400 ആളുകൾ വന്നപ്പോൾ ഞങ്ങളതിനാണ് സമ്മതിച്ചതെന്നാൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ആളുകളൊക്കെ പറയും. അങ്ങനെ സംസാരം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വലാക്കിൻ ദാലിക്കുമിൽ ആമിൽ മുഖ്ബിലി, അടുത്ത കൊല്ലം വേണമെങ്കിൽ വന്നാണ്ട് ചെയ്തോളീന്ന്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. അതാണ് നിങ്ങൾ, ഇതാണ് കരാറ്. ഉദൈബിയ സന്ധിയും വേണമെങ്കിൽ കേട്ടോളി. അപ്പോൾ സുഹൈൽ പറയാണ്, അടുത്ത ഡിമാൻഡ് കേൾക്കണം നിങ്ങൾ. വല അല്ല എത്തിയൊക്കെ മിന്നാ റജുലുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മക്കത്തുള്ള മുശ്രിക്കുകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നിന്ന് ഒരാളും നിങ്ങളിലേക്ക് വരൂല. വൈൻ കാനല ദീനിക്ക, നിങ്ങളെ ദീൻ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ആയിട്ടാണെങ്കിലും മക്കത്ത് നിന്ന് ആര് വന്നാലും ഇല്ലാ റദത്തഹു ഇലൈന, ഞങ്ങളിലേക്ക് തിരിച്ചു തരണം. മക്കയിൽ നിന്നൊരാളൊരു മുശ്രിക്ക് മൂമിനായും കൊണ്ട് മദീനയിലേക്ക് ചെന്നാൽ അയാളെ തിരിച്ചങ്ങോട്ട് തന്നെ കൊടുക്കണം. കേൾക്കണ്ടോ? അതേ സ്ഥാനത്ത് പിന്നെ ഫഖാൽ മുസ്ലിമൂൻ, അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്,
കൈഫ യുറദ്ദുൽ മുശ്രിക്കിനെ, എങ്ങനെയാണ് ഒരു മുഅ്മിനായി വന്നവനെ മുശ്രിക്കിലേക്ക് തിരിച്ചു കൊടുക്കുക? വഖദ് ജാഅ മുസ്ലിമൻ, മുസ്ലിമായി വന്ന ഒരാളെ എങ്ങനെയാണ് ഒരു മുശ്രിക്കുകളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക? അവിടെ മക്കത്ത് മര്യാദയ്ക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് തക്കം നോക്കി ഹിജ്റ ചെയ്ത് വരികയാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ഓരോടെ ജയിലിലിടാണ്. മക്കത്ത് വലിയ ജയിലുണ്ട്, മുമ്പിനാണ് ആളുകളൊക്കെ പിടിച്ചോക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ രക്ഷപ്പെട്ട ഒരാൾ മദീനത്തേക്ക് എത്തിയാൽ തിരിച്ചു കൊടുക്കണം എന്നാണ് കരാറ് പറയണത്. മുസ്ലിംക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കണതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബൈനമാവും കദാലിക്ക അങ്ങനെ ചർച്ചയുടെ ഇടയിൽ ഇത് ജാ അബൂജന്തൽ വന്നു. ഇബ്നു സുഹൈൽ, ഈ സുഹൈലിൻ്റെ മകനാണ്. ഈ കരാർ എഴുതുന്ന വലിയ ഖുറൈശി നായകൻ്റെ പുത്രൻ അബൂജന്തൽ മുസ്ലിമായിട്ടാണ് വന്നു. ഫീ കുയൂദ്, ഈ ചങ്ങലയോട് കൂടെ വന്നു. അയാൾ ചങ്ങൽക്കിട്ടതായിരുന്നു. ആ ചങ്ങലോട് കൂടെ ഇങ്ങനെ എഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ അയാൾ വന്നാണ്ട് ഹത്ത റമാബി നഫ്സി ബൈന അബ്ദുൽ മുസ്ലിമീന, അങ്ങനെ ആ ചങ്ങലോട് കൂടെ വന്നിട്ട് മുസ്ലിങ്ങളുടെ അടിക്കാണ് വീണു മുമ്പ്. ഇപ്പോൾ കാല സുഹൈൽ, ഉടനെ സുഹൈൽ പറയണം, വാപ്പ പറയണേ, ആദായ മുഹമ്മദ് അബുലുമൻ നുഖാദിക്കാലേ, നമ്മളെ കരാറിൽപ്പെട്ട ആദ്യത്തെ ആൾ തന്നെയാണ്. ഇപ്പം ഞങ്ങൾക്ക് പിന്നെ വിട്ടായിരുന്നു, പിന്നെ കൊണ്ടുവന്നു അൻതറുദ്ദഹോ ഇല്ലയ്യ, ഇപ്പം എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ എന്താ പറഞ്ഞത്? നബി പറഞ്ഞു, ഇന്നാലും നഖ്ദിൽ കിതാബ് വായതു, ഇതുവരെ കറ എഴുതി കഴിഞ്ഞിട്ടില്ലല്ലോ, എഴുതിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ, ഇത് പൂർത്തിയായിട്ടും ഒപ്പിട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയപ്പോൾ വല്ലാഹി ഇതല്ല ഉസാലിഹക അലാ ഷൈഇൻ അബദൻ, എന്നാൽ പിന്നെ കരാറിന് ഞങ്ങളില്ല. അബൂജന്തലിൻ്റെ മകനെ വിട്ടു തരാതെ പരിപാടി തന്നെയല്ല, നമുക്ക് സന്ധി വേണ്ടാന്ന് ഇയാൾ. ആര്? വാപ്പ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അന്നത്തെ അങ്ങനെയൊക്കെയായിരുന്നു. ഒരാൾ മുഅ്മിൻ അവൻ്റെ വാപ്പേനെതിരാണ്, ഉമ്മ ചിലപ്പോൾ എതിരാണ്, ചിലപ്പോൾ ഭാര്യ മക്കളും എതിരാണ്. എല്ലാവരും ഇട്ടറിഞ്ഞിട്ടാണ് പോണത്. അന്ന് ഖിയാമത്ത് മുഅ്മിനീങ്ങൾ പറയുന്നതന്നില്ലേ, ആളുകളൊക്കെ ഞങ്ങൾ ദുനിയാവിൽ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഒഴിവാക്കി പോകുന്ന ആളുകളാണെന്ന് പറയുന്നതന്നില്ലേ. ഞങ്ങൾ റബ്ബിനും കാത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. ഇതൊക്കെയാണ് മുഅ്മിനീങ്ങളെ ത്യാഗങ്ങൾ. മണി മനസ്സിലാക്കിയുള്ളൂ. ഏറ്റവും ഉറ്റവരും ഉടയവരൊക്കെ ശത്രുപക്ഷത്തേക്കാരാണ്. ബദർ നിങ്ങൾ കണ്ടില്ലേ, എന്തിനാ ബദറിൽ സ്വന്തം പിതാവിനെ കൊല്ലാണ് ആര്? അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലാണ് മുസബ് റളിയല്ലാഹു അൻഹു. അമ്മോനെ കൊന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബദറിൽ ഇതൊക്കെ നടന്നതാണ്. പിന്നെ അവിടെ ആദ്യം തന്നെ അതൊന്നും യുദ്ധത്തിൽ കൊന്നതൊക്കെ ഉത്തുബത്തും ഷൈബത്തൊക്കെ അല്ലേ, അതൊക്കെ ഈ കൊന്ന അലിയാരുടെയും ഹംസത്തിൻ്റെ ഒക്കെ എളാപ്പ മക്കൾ തന്നെയാണ്, സ്വന്തം കുടുംബങ്ങളാണ്. ഇങ്ങോട്ട് ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് 70 ആളുകൾ ബന്ദികളായി പിടിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ചെയ്യണം കരീമാജി, എന്താ ചെയ്യണ്ടേ? അപ്പോൾ പറയുന്നത് നമ്മൾ 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. അവരൊക്കെ കൊല്ലണം, കൊന്നാൽ പോരാ, അവനാൻ്റെ ബാക്കിയുള്ളവനെ അവനാ തന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ഓനോട് ചെയ്യും, ഞാൻ കൊന്നോളാം. അഖീലിനെ അലി എന്നെ കൊല്ലട്ടെ. അഖീൽ ആരാങ്കറിയോ? അലിയാരുടെ അഞ്ചനാണ്, അബൂതാലിബിൻ്റെ മകനാണ്. അഖീലിനെ അലി എന്നെ കൊല്ലട്ടെ, എന്നിട്ട് അള്ളാഹ് ഒന്ന് കാണട്ടെ. അള്ളാഹിൻ്റെ ശത്രുക്കളോട് യാതൊരു മൈത്രിയും നമുക്കില്ല എന്നുള്ള അള്ളാഹ് മറക്കരുത്. അവരെ പറ്റിയാണ് അള്ളാഹു തആല പറഞ്ഞത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു. അള്ളാഹിനോടും റസൂലിനോടും ശത്രുതയുള്ളവരോട് ഒരു മൈത്രിയും മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന്. കാഫിരീങ്ങളോട് ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, അള്ളാഹിനും റസൂലിനും കണ്ടുവിടാത്ത കാഫിരീങ്ങളുണ്ടല്ലോ, ഓരോട് മൈത്രി മുഅ്മിനീങ്ങൾക്ക് ശത്രുക്കളോട്. കാഫിരീങ്ങളോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ദിമ്മിയായ കാഫറിനെ കൊന്നാൽ നരകം അവന് നിഷിദ്ധമാണെന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ദിമ്മിയ ഒരു കാഫറിനെ കൊന്നാൽ അവന് സ്വർഗം എന്താണ്? സ്വർഗം നിഷിദ്ധമാണ് ഒരു മുഅ്മിന്. ആരെ കൊന്നത്? ദിമ്മിയ ഒരു കാഫറിന്, ശത്രുതല്ലാത്ത കാഫറാണ് ദിമ്മി. ഇത് മറ്റൊരു പറ്റിയാണ്. അപ്പം എന്നമാർക്ക് സുഹൈലിൻ്റെ മകൻ മുഅ്മിനാണ്, എന്നോ മുഅ്മിനാണ്. അങ്ങോട്ട് ഒരു ചങ്ങലക്കെട്ടൊക്കെയാണ് പിടിച്ചു വെച്ചൊക്കെയാണ്. ആ ചങ്ങല പൊട്ടിച്ച് മൂപ്പര് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇയാൾ പറയാം നമുക്ക് വിട്ടുതരണം, നമ്മളെ കരാറിൽ പറഞ്ഞ പ്രകാരം വിട്ടു തരണം. റസൂൽ പറയാൻ കരാർ എഴുതി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾ പറയും എന്നാൽ ഞങ്ങൾ കരാറിനില്ല. അവസാനം റസൂൽ വിട്ടുകൊടുത്തില്ല. ഒന്നുകൂടി പറഞ്ഞു റസൂൽ, ഒരു റസൂൽ ഒരു അപേക്ഷ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅജിസ് ഹുലി, ഈ ഒറ്റ ഒന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ ഒഴിവാക്കി തരണമെന്ന്. കാല മറ്റേയാൾ പറഞ്ഞു മാ നബി മുജീദിൻ ദാലിക്കലക്ക, ഒരിക്കലും ഞാനത് വിട്ടു തരൂല, എൻ്റെ മകനിപ്പോൾ എന്തായാലും വിട്ട് തരില്ല. അങ്ങനെ അപ്പോൾ കാല നബി പറഞ്ഞു കുഫൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അബൂജന്തൽ പറഞ്ഞെന്താണെന്നറിയോ? മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ, ഉറദ്ദുലൽ മുശ്രിക്കിനെ, എന്നെ ഇനിയും മുശ്രിക്കീങ്ങളിലേക്ക് എന്നെ വിടുകയാണോ എന്ന് ചോദിച്ചു. വഖത്ത് ചെയ്തു മുസ്ലിമെ, ഞാൻ ഇപ്പോൾ മുസ്ലിമായിട്ട് വന്നിരിക്കുകയാണ്.
അലാ തറവനുമാക്ക് അതിലക്കിത്തു ഞാനിപ്പോൾ അനുഭവിച്ച ഞങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇനിയും എന്നെ അങ്ങോട്ട് തന്നെ വിടുകയാണോ എന്ന് ആര് ചോദിക്കുന്നുണ്ട് അബൂജഹൽ. അദാബൻ ശദീദൻ ഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് രൂക്ഷമായി ശിക്ഷിക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ഹൈല് കേൾക്കണട്ടോ, ഈ കരാറിൻ്റെ ഈ സന്ധിൻ്റെ പാഠങ്ങൾ ശ്രദ്ധിക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു വന്നാണ്ട് അദ്ദേഹം നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കൊലുത്തു ഞാൻ പറഞ്ഞു, ഞാൻ ഉമർ പറയാണ്, അലസ്ത നബിയുള്ളാഹി ഹക്കൻ, നിങ്ങൾ ശരിയായ നബി എന്നല്ലേ നബിയെന്ന്. അത് ഇങ്കറിയാൻ വേണ്ടി ചോദിക്കല്ല, തുറന്നൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ചോദിക്കുക. അല്ല, നിങ്ങൾ ശരിക്കുള്ള നബി എന്നല്ലേ? കാല തങ്ങൾ പറഞ്ഞു, പല അതെ, ഞാൻ സത്യമായിട്ട് നബിയാണ്. അപ്പോൾ അലസ്ന അല്ലക്കി, ഞങ്ങൾ സത്യത്തിലല്ലേ, ഈ അനുയായികളെ ഞങ്ങൾക്ക് സത്യമല്ലേ? അതുവന അൽ ബാത്തിൽ, നമ്മളെ ശത്രുക്കളൊക്കെ ബാത്തിലും അല്ലേ എന്ന് ആരാ ചോദിക്കണം? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട്. കാലത്തങ്ങൾ പറഞ്ഞു, പല അതേന്ന്. ഫലിമാ നുഅ്തി ദനിയത ബിദീനിനായിദൻ, പിന്നെ എന്തിനാണ് നമ്മൾ താന്നു കൊടുക്കണത് എന്ന്. ഇങ്ങനൊരു ഏകപക്ഷീയമായൊരു സന്ധി എന്തിനത്ര നമ്മളൊരു താന്നു കൊടുക്കണത് ഇങ്ങനെ ഇല്ലേ? എടാ നിങ്ങൾ മനസ്സിലാക്കിയോളൂ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ കാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി റസൂലുള്ളാഹി, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്. അതിനെ മറുപടി, വലൈസ അസ്വീഹി, ഒരിക്കലും ഞാൻ അള്ളാഹ്ക്ക് എതിര് ചെയ്യുകയില്ല. ഓ നാസിരി, അള്ളാഹ് എന്നെ സഹായിക്കും. അപ്പോൾ അതൊക്കെ അള്ളാഹിൻ്റെ വഴിപ്രകാരമാണ്, റസൂലുള്ളാഹി സ്വന്തം ഇഷ്ടത്തിനൊന്നുമല്ല. ഞാൻ അള്ളാഹിൻ്റെ ദൂതനാണ്. ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ അള്ളാഹ്ക്കിനെതിരെ ചെയ്യണില്ല. അപ്പോൾ അള്ളാഹിൻ്റെ സഹായനിക്ക് എത്ര ഏകപക്ഷീയമായിക്കോട്ടെ, താന്നൊരുക്കലാന്ന് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ ലാസ്റ്റ് എന്തായിട്ട് വരും? ഖൈറായിട്ട് വരും. അങ്ങനെ അപ്പം ഉമർ ഫാറൂഖ് ചോദിക്കുക, അവലസ്ത കുന്ത തുവാദിസുന അന്നാസനത്തിൽ ബൈത്തവൻ ഒത്തൂഫുബി, നമ്മളിപ്പോൾ കാബത്തെങ്കിലും ചെന്ന് തോഫ് ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞിരിയത്. ഉമർ ഫാറൂഖ് റസൂലുള്ളാഹിനോടായി ചോദിക്കണേ, കേട്ടോ നിങ്ങൾ, നമ്മൾ തോഫ് ചെയ്യുന്നില്ല അങ്ങ് പറഞ്ഞു നബി. കലബല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അഖബർത്തുക അന നദീലാമ, ഈ കൊല്ലം തന്നെ ചെയ്യുന്ന എന്നോട് ഞാൻ പറയണോന്ന്. ചെയ്യുന്നില്ല പറഞ്ഞിട്ടുള്ളൂ, എന്താ ചെയ്യുക? അപ്പോൾ കൊല്ലത്ത് ഞാൻ പറഞ്ഞില്ല, ഇല്ല. ഉമർ പറയണില്ല, അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നബി. നഫ ഇന്നക്ക ആത്തിയും മുത്തവിഫും ബി, അവിടെ ചെല്ലും ചെയ്യും, തവാഫ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഉമർ ഫാറൂഖ് എന്താ ചെയ്തെങ്ങൾക്ക് അറിയാം? അബൂ സിദ്ദീഖ് റളിയല്ലാഹു അടുത്ത് ചെന്നു, ഇങ്ങോട്ട് ദേവന്മാർക്ക് പറഞ്ഞു, നമ്മൾക്ക് സത്യമല്ലേ നബി, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഈ താന്നൊടുക്കണം എന്തിനാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്, നോക്കിയാണ് നിങ്ങൾ. അയ്യുഹർ റജുലു, ഏ മനുഷ്യ, ഉമർ ഫാറൂഖിനോട് പറയാണ്, ഇന്നഹു റസൂലുള്ളാഹി, അത് അള്ളാഹിൻ്റെ റസൂൽ തന്നെയാണ്. വലൈസ യസി റബ്ബഹു, ഒരിക്കലും റബ്ബിനെതിരെയില്ല. ഓ നാസിറുഹു, ആ റബ്ബ് നബിനെ സഹായിക്കും. അതുകൊണ്ട് ഫവല്ലാഹി ഇന്നഹുൽ ഹഖ്, നബി സത്യത്തിലാണ്. അപ്പോൾ ഉമർ ഫാറൂഖിൻ്റെ ചോദ്യം, ഈ നമ്മൾ തവാഫ് എന്ന് പറഞ്ഞില്ലേനെയോ? അതിന് അബൂബക്കർ സിദ്ദീഖിൻ്റെ മറുപടി, അപ്പോൾ അഖ്ബറക അന്നക തഅതീഹില്ലാമ, ഈ കൊല്ലം തന്നെ ഈ തവാഫ് എന്ന് നബി പറഞ്ഞോണോ എന്ന്. കണ്ടാൽ നിങ്ങൾ അബൂ സിദ്ദീഖും ഉമർ ഫാറൂഖും തമ്മിൽ അങ്ങനെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ചുരുക്കി പറയണം മുഅ്മിനീങ്ങൾ, ഞാൻ വളരെ ചുരുക്കി പറയാം. ഇതാണ് ഇപ്പോൾ സന്ധിൻ്റെ ആകത്തുക ഇതാണ്. അങ്ങനെ ഈ സന്ധ്യ കഴിഞ്ഞാണ്ട് തിരിച്ചു പോവാണ്. തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും വന്ന ആളുകൾ ഹുദൈബിയിൽ വെച്ചിട്ട് മടങ്ങിപ്പോവാണ്. അപ്പോൾ ഈ ഇറാൻ കെട്ടിയൊക്കെ ഇല്ലേ, അത് തഹല്ലുലാകാണ്. ഇങ്ങനെ ഒരു ഇറാൻ കെട്ടി പോകുന്ന ആൾ വൈക്കൽ ആരെയും തടഞ്ഞാൽ അവിടെ വെച്ച് തഹല്ലുലാകുക. അവിടെ വെച്ച് മുടിയൊക്കെ എടുത്ത് തഹല്ലുലാഗ് നിയ്യത്ത് വെച്ചു, അറവൊക്കെ ചെയ്തു, അറക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറുത്തു, അങ്ങനെ ഒരു മടങ്ങിപ്പോവുക. അപ്പോൾ റസൂൽ അത് പറഞ്ഞിട്ട് ആരും ചെയ്യണില്ല. ഒക്കെ മുടിയൊക്കെ എടുത്തൊക്കെ തഹല്ലുലായിക്കോളി പറഞ്ഞിട്ട് ആരും തഹല്ലുലാൻ കൂട്ടക്കണില്ല. ആർക്കും ഇത് പറ്റിയിട്ടില്ല ഈ കരാറ്. അങ്ങനെ കേൾക്കണം, അതൊക്കെ ഇവിടെ പറയണേ. ഇതൊക്കെ അർത്ഥം വെക്കുമ്പോൾ അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. അവസാനം ഉമ്മു സൽമാബിനോട് വന്നിട്ട് റസൂലിൻ്റെ സങ്കടം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പറയാതെ കേൾക്കണില്ലല്ലോ. അപ്പോൾ ഉമ്മു സൽമാബി പറഞ്ഞു, നിങ്ങളാണ് ചെയ്തോളി നബിയാർ. അങ്ങനെ നബി ഇങ്ങോട്ട് വന്നിട്ട് മുടിയെടുക്കലും മുടിയൊക്കെ പഠിച്ച് അറവൊക്കെ നടത്തി. അതിനാൾ കണ്ടപ്പോൾ ആളുകളൊക്കെ ചെയ്തു, തിരിച്ചാണ് പോയി. തിരിച്ചു പോയാലേ സുമറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, നബി തങ്ങൾ മദീനയിലേക്ക് പോയി. ഫജാഹു അബൂ ബസീർ, അങ്ങനെ അബൂ ബസീർ എന്നൊരാൾ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് വന്നു. അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രണ്ടാളും വന്നു. കരാറിൽ അങ്ങനെയാണല്ലോ, ഒരാൾ മക്കത്ത് നിന്ന് വന്നാൽ കൂട്ടിക്കൊണ്ടുപോകണം. രണ്ടാൾ വന്നു. വന്നപ്പോൾ നബി തങ്ങൾ അബൂ ബസീറിനെ അവർക്ക് ഉണ്ടാക്കും കൊടുത്തു, കൊണ്ടേക്കോളിയാണ് കരാറിൽ പറഞ്ഞ അതേമാർ. അങ്ങനെ ഖറജാബി യത്താ ഇതാ ബലഗ ദുൽഹുലൈഫ, ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ, ദുൽഹുലൈഫ എന്ന സ്ഥലമുണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നാണ് ഇപ്പോൾ ഇറാൻ കടലൊക്കെ.
ഇപ്പോൾ ആബാർ അലി എന്നൊക്കെയാണ് ഇന്ന് പറയൽ. അവിടെ എത്തിയപ്പോൾ നസലു യക്കുലന മിന്തവനിൽ കാരക്കൊക്കെ തിന്നാൻ വേണ്ടി അവിടെ ഇറങ്ങി വിശ്രമിക്കുക. ഒരു 3 ആളുണ്ട്. അബൂബസറിനെ കൊണ്ടുപോകുന്ന 2 ആളുണ്ട്, അബൂബസീറുണ്ട്. അങ്ങനെ പോവാണ്. അപ്പോൾ ഇപ്പോൾ കാല അബൂബസീറിലെ ആദ്യത്തെ റജലേനി ഈ അബൂബസീർ ഈ 2ൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, വല്ലാഹി ഇന്നീല അറ സൈഫക്ക ഹാദ യാ ഫുലാൻ ജയ്യിദൻ, എൻ്റെ കയ്യിലുള്ള ഈ വാള് ഗംഭീരമാണല്ലോ എന്ന്. അബൂബസീർ ആരോട് കൂട്ടിക്കൊണ്ടുപോകുന്ന ആളെ വാള് കണ്ടിട്ട് ഭയങ്കര ഉഷാറുള്ള വാളാണല്ലോ. അങ്ങനെ ഉഷാറാണെന്നൊക്കെ പറഞ്ഞു, വളരെ ഉഷാറാണ് പറഞ്ഞു. എന്നാൽ ഒന്ന് കാട്ടിക്കാണി അരിനി അന്നുറി, ഞാൻ ശരിക്കൊന്ന് നോക്കട്ടെ, ആ വാളൊന്ന് കാട്ടിയാണ് പറഞ്ഞു. അപ്പോൾ അയാൾ വാളൊന്ന് കൊടുത്തു. വാള് കൊടുത്തതിൽ ഫുള്ളറബഹു, അബൂബസീർ അയാളെ വെട്ടി. ഹത്താ പറഞ്ഞ അയാൾ മരിച്ചു. ആരെ കൂട്ടിക്കൊണ്ടുവന്ന ആൾ മരിച്ചു. അപ്പോൾ ഫറല്ലാഹു, ഇതൊക്കെ പലപ്പോഴും ചരിത്രം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇതിന് ചർച്ചയിൽ വന്നതാണ്. മറ്റേ ആൾ ഓടി, എവിടെക്കാണ് ഓടിയത്? മദീനത്ത് റസൂലുള്ളാഹിൻ്റെ അടുത്ത്. ഹത്താ അത്തിൽ മദീന, മുമ്പിൽ മദീനത്ത് ചെന്നു. ഇപ്പോൾ ദഹൽ മസ്ജിദ, പള്ളിയിൽ ചെന്നു. അപ്പോൾ കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് എന്തോ കട്ടകാലം ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നബിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കാരണം ഇയാൾ പറയണ ഖതല വല്ലാഹി സാഹിബി വൈനീല മക്തുലുൻ, അയാൾ എൻ്റെ കൂട്ടുകാരനെ കൊന്ന് ഇനിയും കൊല്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിയതാണ് നബിയെന്ന്. ആരേ പറഞ്ഞു? മുശ്രിക്കാണ് ഈ പറയണേ, പിടിച്ചോണ്ട് കൊന്ന ആൾ. ഉടനെ ഉണ്ട് അബൂബസീറും വരുന്നു. അബൂബസീർ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, യാ റസൂലല്ലാഹ് കത് വല്ലാഹി യൗഫല്ലാഹു ദിമ്മത്തക, നിങ്ങൾ കരാർ നിങ്ങൾ പാലിച്ചിട്ട് നബിയെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇന്നവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലേ, നിങ്ങളെ കടമ കഴിഞ്ഞു. കത് റദത്തനീരേയും തുമ്മ നജ്ജാനില്ല, പിന്നെ അള്ള എന്നെ രക്ഷിച്ചതാണിത്. അതിന് പത്താ കാട്ടണ, അള്ള എന്നെ എന്താക്കിയതാ? രക്ഷിച്ചതാണ്. അതോടെ റസൂലുള്ളാഹി ഇത് ഭയങ്കര വൈല ഉമ്മിഹി മുസഇറു ഹർബിനി, ഇത് തീ യുദ്ധം ആളി കത്തിക്കുന്നവനാണല്ലോ എന്നൊക്കെ പറഞ്ഞ റസൂലുള്ളാഹി അങ്ങനെ സംസാരിച്ച് അതോടുകൂടെ ഇയാൾക്ക് മനസ്സിലായി ഇവിടെ നിന്നാൻ ചെയ്തില്ല, രക്ഷയില്ല എന്ന്. ഇയാൾ പോയി. അബൂബസീർ ഒന്ന് പോയേണ്ട സമുദ്ര തീരത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ തമ്പടിച്ചു എന്നാണ്. അതറിഞ്ഞപ്പോൾ നമ്മൾ പഴയ അബൂജന്തലും മക്കത്ത് നിന്ന് അങ്ങോട്ട് ഇരുന്നു. കാരണം നബിൻ്റെ അടുത്തേക്ക് ഞാൻ ആരും ചെന്നിട്ട് കാര്യമൊക്കെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഇവിടെ ഒരു ടീമായിട്ട് പോലെ അങ്ങനെ എല്ലാവരും ആദ്യ ടീമൊക്കെ അവിടെ പോയി കൂടൽ തുടങ്ങി. കൂടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ജലല യഹുദുബിൻ ഖുറൈശിൻ റജുൻ കഥ അസ്ലമ ഇല്ല ലൈക്കബി അബി ബഷീർ, അങ്ങനെ മക്കയിൽ നിന്ന് മുസ്ലിമായി വരുന്നവരൊക്കെ അബൂബഷീറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇങ്ങനെ അത്തജിത്തമയത്ത് മിന്നും ഇസാബത്തുൻ അവിടെ ഒരു സംഘം ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ വല്ലാഹി മാ യസ്മോ നബി ഐരി ഖുറൈശിൻ ബിഈരിൻ ഹറജത്തിൽ ഖുറൈശിന് ഇല്ല ഷാമി ഇല്ല എത്തറൂല, ഖുറൈശികളുടെ കച്ചവട സംഘങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? പ്രതിരോധിക്കാൻ തുടങ്ങി. ഇവർക്ക് പിന്നെ അതായി പണി. ഇവർ ഖുറൈശികളുടെ എല്ലാ കച്ചവട സംഘത്തെയും പ്രതിരോധിച്ചുകൊണ്ട് അവിടെ അങ്ങനെ കൂടി. ചുരുക്കി പറയാം, ആര് ഗതിയിട്ടു? മുശ്രിക്കീങ്ങൾ ലാസ്റ്റ് വന്ന് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾ ആ കരാറിൽ ആ വ്യവസ്ഥ വേണ്ട. ഇതിട്ട് കേൾക്കണം, ഇവരൊക്കെ അതായത് കേട്ടതാണ് ഭയമൊക്കെ വെച്ചുകൊണ്ട് ആ വ്യവസ്ഥ മാറ്റണം എന്ന് പറഞ്ഞു. ഏത്? മക്കയിൽ നിന്ന് മുസ്ലിമായിട്ട് ആരെങ്കിലും വന്നാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് കഴിഞ്ഞ് വേണ്ടാന്ന് പോലെ തന്നെ പറഞ്ഞു. അതാണ് നിങ്ങൾ അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ ഏത് രൂപത്തിലും അത് നടപ്പാക്കും മുഅ്മിനീങ്ങളെ. മണി കേട്ടോളി. അതുകൊണ്ട് ആ കരാർ ഒഴിവാക്കി. പിന്നെ എല്ലാവരും ഇവിടെ വന്നു. ഇനി 4 കൊല്ലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വേണ്ടെന്നായിരുന്നു. ചുരുക്കി പറയാം, മക്കയും മദീനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 4 കൊല്ലത്തേക്ക് ഇനി വേണ്ടാന്ന്. യുദ്ധം ചെയ്തൊക്കെ കുഴങ്ങിക്കണം മക്കാർ. അവിടെ ഇനി 4 കൊല്ലത്തിന് യുദ്ധമൊന്നും വേണ്ട എന്നുള്ള കരാറുണ്ടായിരുന്നു. മാത്രമല്ല മക്കയായിട്ടും മദീനയായിട്ടും ആർക്കും സന്ധിയിലാവാം. ആ സന്ധിയാവുന്ന ഗോത്രക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു കരാറുണ്ടായിരുന്നു. അങ്ങനെ ആ കരാർ ഖുറൈശികൾ ലംഘിച്ചു. കാരണം ഖുറൈശികളായിട്ട് ബനൂ ബക്കർ ഗോത്രവും നബിതങ്ങളുമായിട്ട് ബനൂ ഖുസാ ഗോത്രവും സന്ധിയായി. രണ്ടും കാഫിര്യങ്ങളാണ്. ഒരു തമ്മിൽ ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു. റസൂലുള്ളാഹി വന്നപ്പോൾ പിന്നെ ഒരു 2 ആളും കൂടെ റസൂലുള്ളാഹിക്കെതിരെ തിരിഞ്ഞാൽ കുറച്ച് ലോകത്തിലൊക്കെ ആയിനി. പക്ഷേ ഹുദൈബിയ സന്ധി കഴിഞ്ഞപ്പോൾ ഒരിടയിൽ വീണ്ടും ഫൈറ്റിംഗ് കൂടി. അങ്ങനെ ബനൂ ഖുസായും ബനൂ ബക്കറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതിൽ ബനൂ ബക്കറിന് അനുകൂലമായിട്ട് ഖുറൈശികൾ നിന്നു. ബനൂ ബക്കറിൽപ്പെട്ട ആളുകളെ വധിക്കാനും ഓരെ നേരിടാനും ഖുറൈശികൾ സപ്പോർട്ട് ചെയ്തു. അത് കരാറിൻ്റെ വ്യക്തമായ ലംഘനമായിരുന്നു. അപ്പോൾ അത് ബനൂ ഖുസാ ഗോത്രക്കാർ റസൂലുള്ളാഹിനോട് ആ കാര്യത്തിൽ സഹായം തേടി. അപ്പോൾ റസൂലുള്ളാഹി ഖുറൈശികൾക്ക് ഇങ്ങനെ എഴുതി, ബനൂ ഖുസാ ഗോത്രത്തിൽ നിന്ന് വധിക്കപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിച്ച ആളുകൾ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ നമ്മളെ സന്ധി ഒഴിവാക്കണം. അപ്പോൾ ഖുറൈശികളുടെ ഒരു മൂപ്പം വന്ന സന്ധി ഇവിടുന്നാണ് വേണ്ട. മക്കയും മദീനയും തമ്മിൽ ഏറ്റുമുട്ടലില്ല എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടാൻ തീരുമാനിച്ചു.
അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹാക്കാൻ വേണ്ടി 10,000 സ്വഹാബത്തിൻ്റെ അകമ്പടിയോടുകൂടെ പുറപ്പെടുകയും ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയലുണ്ട്, കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടും ചെയ്തോട്ടെ തീരെ. ഈ ഹുദൈബിയ സന്ധി ഏറ്റവും വലിയ വിജയമായത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചപ്പോൾ മക്കത്തുള്ളവരൊക്കെ മദീനത്ത് വരാനും കാണാനൊക്കെ തുടങ്ങി. പഴയ ചങ്ങായിമാരൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ മദീനത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സ്വഹാബത്തിൻ്റെ മഹിമയും അവരുടെ മഹത്വവും സ്വഭാവ മഹിമയൊക്കെ ഈ മക്കത്തുള്ള പഴയ ചങ്ങായിമാർ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് കളിയൊന്നുമല്ല, ഇത് വലിയ കാര്യം തന്നെയാണ്, ഇത് വല്ലാത്തൊരു ആദർശം തന്നെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പല ആളുകളും എന്തായി, മുസ്ലിമായി. അതിൽപ്പെട്ട 2 മഹാന്മാരെ ചരിത്രത്തിലൊക്കെ പറയുന്നത്, ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഒന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടാളും ഒരാളുടെയും സമ്മർദ്ദമില്ലാതെ ആ സന്ധി കാലഘട്ടത്തിൽ മക്കി മദീന തമ്മിൽ ഏറ്റുമുട്ടലില്ലാത്തൊരു കാലം ഉണ്ടായല്ലോ, അന്ന് വന്നിട്ട് മദീനത്ത് മുസ്ലിമായ ആളുകളാണ്. ഖാലിദ് വലീദ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഹുദൈബിയയ്ക്ക് ചെന്നപ്പോഴും അവിടെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം വഹിച്ച ആളാണ്. വലിയ വിജുഗീഷുവായ ഖുറൈശികളുടെ വലിയൊരു ശൂര പരാക്രമിയായൊരു പോരാളിയാണ്. ഇസ്ലാമിന് ഏറ്റവും വലിയ പരിക്കുണ്ടാക്കിയ ആളാണ്. ആ ഉഹുദിൽ ആ മലൻ്റെ അപ്പുറത്തു കൂടെ ഒക്കെ വന്നുകൊണ്ട് ആക്രമണം നടത്തിയത് ഈ ഖാലിദും അബൂജഹലിൻ്റെ മകൻ ഇക്രിമയുമാണ്. ആ ഖാലിദ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നാണ്ട് മുസ്ലിമായി. ഇസ്ലാം ശരിയാണെന്ന് മൂപ്പർക്ക് മനസ്സിലായി, മൂപ്പർ മുസ്ലിമായി. പിന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഇതാരങ്ങൾക്ക് അറിയോ? ആദ്യമായിട്ട് ഹിജ്റ പോയത് നജാശി രാജാവിൻ്റെ അടുത്തേക്കാണ്. അങ്ങോട്ട് പോയ ആളുകളെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഖുറൈശികൾ പറഞ്ഞയച്ച ആളാണ്. വലിയ ശത്രുവായിരുന്നു. അയാളും വന്നിട്ട് എന്തായി, മുസ്ലിമായി. അങ്ങനെ കുറേ ആളുകൾ മുസ്ലിമായി. അങ്ങനെ ഈ 2 തമ്മിൽ ഈ ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ള ഈ സന്ധിയുള്ളതുകൊണ്ട് വലിയ ഉപകാരം അതുകൊണ്ടുണ്ടായി, വലിയ വിജയങ്ങളുണ്ടായിട്ടുണ്ടാകൊണ്ടൊക്കെ. പിന്നെ ഇവരടുത്തുനിന്ന് ഈ കരാർ ലംഘനം ഉണ്ടായപ്പോൾ വ്യവസ്ഥയൊക്കെ മാറ്റിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 സ്വഹാബത്തിൻ്റെ അകമ്പടിയോടുകൂടെ മക്ക ഫത്ഹാക്കാൻ വേണ്ടി എന്താ ചെയ്തു, മാർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ എന്ന് പറയാം. ഒരു ഏറ്റുമുട്ടലില്ലാതെ റസൂലുള്ളാഹി കൂളായിട്ട് മക്കയിലേക്ക് ഇറങ്ങി ചെന്നു. ഒരു കൂട്ടർ ഖാലിദ് വലീദിൻ്റെ നേതൃത്വത്തിലാണ് പോയത്. 2 വിഭാഗമായിട്ടാണ് മക്കയിലേക്ക് പ്രവേശിച്ചത്. ഇത് ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായി. ഇക്രിമയും ടീമൊക്കെ അബൂജഹലിൻ്റെ മകനൊക്കെ പറഞ്ഞൊരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാക്കി. അങ്ങനെ 10-17 മുശ്രിക്കുകളൊക്കെ കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി വന്ന ഭാഗത്ത് ആരും തടയാനൊന്നും ഉണ്ടായില്ല. സുഖസുന്ദരമായിട്ട് റസൂലുള്ളാഹി മക്കയിലേക്കാണ് ചെന്നു. മക്കയിൽ ചെന്നിട്ട് അവിടെ തവാഫ് ചെയ്യുകയും അങ്ങോട്ടാണ് ഈ കഅബ കട തുറക്കാൻ പറയുകയും അതിൽ കയറി നിസ്കരിച്ചു. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മിമ്പർ അയിമിൽ കയറ്റിയിട്ട് അവിടെ ആ കഅബൻ്റെ മുകളിൽ കയറിയിട്ട് വാങ്ങ് കൊടുക്കാൻ പറഞ്ഞു. അവിടെ വാങ്ങൊക്കെ കൊടുത്തു. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും ആ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടയുകയും അവിടെ നാട്ടിൽ പുറത്താക്കുകയും ചെയ്ത ആളുകൾക്ക് വമ്പിച്ച നിന്ദ്യത അവിടെ പ്രകടമായി. മുഅ്മിനീങ്ങൾക്ക് ഭയങ്കര ഇസ്സത്തും അന്നവിടെ പ്രകടമായി. അതാണ് ഈ ചരിത്രത്തിൻ്റെ സംക്ഷിപ്തം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തെന്നറിയോ? ഇവിടെ പറഞ്ഞത് സൂറത്ത് ഹജ്ജിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. സൂറത്ത് ഹജ്ജിൽ പറഞ്ഞത് ഈ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടയുന്ന ആളുകൾ, ഇന്നല്ലദീന കഫറു, നിഷേധികൾ, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തെ തൊട്ട് തടയുന്ന നിഷേധികൾ, വൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിനെ തൊട്ടും തടയുന്ന, അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാൻ, ആളുകൾക്കൊക്കെ നാം ഒരേപോലെ അവകാശം വെച്ചിട്ടുള്ളതാണ്. അൽ ആകിഫു ഫീ, അവിടെ വസിക്കുന്നവരും, വൽ ബാദി, അന്യസ്ഥലത്തു നിന്ന് വരുന്നവരും, മക്കക്കാരാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ ഒരേ അവകാശമാണല്ലോ. ഇമാമിങ്ങൾക്ക് ആ വിഷയത്തിൽ പല വീക്ഷണങ്ങളുണ്ട്. മക്കയിലുള്ള പാർപ്പിടങ്ങൾക്കൊന്നും വാടക വാങ്ങാൻ പറ്റൂല എന്ന് അഭിപ്രായപ്പെട്ട ഇമാമിങ്ങളുണ്ട്. ഷാഫി മദ്ഹബല്ല, എല്ലാവർക്കും ഹറം കംപ്ലീറ്റ് എല്ലാവർക്കും ഒരേ അവകാശമാണ്. കേട്ടണോ? അങ്ങനെ വാദമുണ്ട്. ആ നാട്ടുകാരും കണക്കന്നെ, അല്ലാത്തവർക്കും അവിടെ സ്ഥലം വിൽക്കാനും വാങ്ങാനൊന്നും പാടില്ല. അങ്ങനെയുള്ളൊരു വീക്ഷണങ്ങളൊക്കെ ഇമാമികൾക്കുണ്ട്. അല്ല, ഹറമിലുള്ള സ്ഥലങ്ങൾക്കും വാടക വാങ്ങാം എന്നുണ്ടെങ്കിലും മസ്ജിദുൽ ഹറാമിൽ എല്ലാവർക്കും ഒരേ അവകാശമാണ്. അതാണ് അല്ലാഹ് പറയുന്നത്. അങ്ങനെയുള്ള മസ്ജിദുൽ ഹറാമിനെ തൊട്ട് ആളുകളെ തടയുന്നു. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ, അവിടെ വെച്ചുകൊണ്ട് ആരെങ്കിലും ദുൽമിന് വേണ്ടി തുനിഞ്ഞാൽ നുദിക്കുഹു മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ നാം അവനക്ക് അവിടെ രുചിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് അൽബക്കറിൻ്റെ 114 ആയത്തിൽ പറഞ്ഞത് അവർക്ക് ദുനിയാവിലും നിന്ദ്യത ഉണ്ടാകും, നാളെ പരലോകത്ത് വണ്ണമായ ശിക്ഷയും
അതിൻ്റെ ഒരു പുലർച്ചെയാണ് മക്ക ഫത്ഹിൻ്റെ അന്ന് കണ്ടത്. ഇനി എവിടെ അങ്ങനെ തന്നെ സംഭവിക്കുക. അപ്പോൾ ബാബരി മസ്ജിദാണെങ്കിലും ഏത് പള്ളിയാണെങ്കിലും അള്ളാഹിൻ്റെ വീടിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവിൽ തന്നെ നിന്യത ധൃതി കൂട്ടണ്ട. മുമിനികളായിട്ട് ഉറച്ച് നിന്നാൽ മതി, അള്ളാഹിൻ്റെ കൂടെ നിന്നാൽ മതി. ഇപ്പോൾ ഈ സന്ധിയിലങ്ങൾ കണ്ടില്ലേ, എടുത്തുചാട്ടം പാടില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഷർറാണെന്ന് തോന്നുന്നു, നമുക്ക് വെറുപ്പേക്കാറും ഇതിൽ ഒരുപാട് ഹൈർ നമുക്കുണ്ടാവും. അത് അതിൻ്റെ തൊട്ടുമ്പത്തെ ആയത്തിൽ അള്ളാഹുത്തല പറയുന്നുണ്ട്. ആയത്തിൽ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചാലോ. നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് പല കാര്യങ്ങളും ഇതിൽ പറയാനുണ്ട്. അവിടെ 216 ആയത്തിൽ അള്ളാഹുത്തല പറയണം, എന്താ പറയണറിയോ? കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധം ഫറലാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുറവുല്ലക്കും, അത് നിങ്ങൾക്ക് വെറുപ്പാണ്, യുദ്ധം ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. വസാൻ തക്രവു ഷയൻ, ചില കാര്യം നിങ്ങൾ വെറുക്കും. ഓ ഹൈറുലക്കും, നിങ്ങൾക്കത് വലിയ ഹൈറായിരിക്കും. നല്ല ശ്രദ്ധിച്ചോളെ, കുഞ്ഞപ്പാക്ക് ഉറങ്ങുന്നുണ്ട്. വസാൻ തുഹിബു ഷയൻ, ചില കാര്യങ്ങൾ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടും. ഓ ഷെറുലക്കും, അത് നിങ്ങൾക്ക് എന്തായിരിക്കും? ഷർറായിരിക്കും. വല്ലാഹു യഅലമു, അള്ളാഹ്ക്കാണ് അറിയാം. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല. ഈ ആയത്ത് പ്രസിദ്ധമായ ആയത്താണ് കരീമാജി. ഈ ആയത്തിന് ചോദിച്ചുകൊണ്ട് ഷാവുലിൻ്റെ അടുത്ത് വന്നിനി ഇവിടെ വെച്ചിട്ടുണ്ട്. കഥ മനസ്സിലായോ? എനിക്ക് ഞാൻ പോകണില്ല, കഥ ഞാൻ പറയണില്ല, ആയത്താണത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ കമ്പുണ്ടാവും, നിങ്ങൾക്ക് അതിൽ ഹൈറുണ്ടാവില്ല. ആർക്കും അറിയുള്ളൂ. ഇനിയിപ്പോൾ ഈ പെരുന്നാളിൻ്റെ എന്നുണ്ടല്ലോ, നമ്മൾ ഖുതുബക്കൊക്കെ വന്നാലും നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ആ നിസ്കാര സ്ഥലത്ത് നിൽക്കുമ്പോൾ അതങ്ങനെ പറയും, നിങ്ങളിപ്പോൾ എന്ത് വേണമെങ്കിലും ഈ മക്കാമിൽ വെച്ച് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ തട്ടൂല. എന്ത് വേണമെങ്കിലും ദുനിയാവിൻ്റെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് തരുള്ളൂ. അങ്ങനെ ഹൈറുണ്ടല്ലേ എന്നല്ലേ. ആഖിറത്തിൻ്റെ എന്ത് നിങ്ങളിപ്പോൾ ചോദിച്ചാലും, ഏത് പെരുന്നാൾ സ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ഒരു മാസത്തെ ത്യാഗത്തിന് ശേഷം പെരുന്നാൾ സ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ആ സദസ്സിൽ വെച്ച് അള്ളാഹ് അങ്ങനെ വിളിച്ചു പറയേണ്ടത് എന്നുള്ളതാണ്. ആ ഖുതുബയിൽ പറയുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിക്കണം. അവിടെ എങ്ങനെയാണ് പറയണത്? ആഖിറത്തിൻ്റെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും റെഡി. ദുനിയാവിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ടേ തരുള്ളൂ. ഓക്കെ, ഹൈറുണ്ടോ അല്ലേ എന്നുള്ള എന്താക്കണം. ഇത് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ ഇന്നലെ ബദറിൻ്റെ വിഷയത്തെ തന്നെ അങ്ങോട്ട് നോക്കി. ഞങ്ങൾക്ക് ആയത്ത് കാണിച്ചു തരാം. സൂറത്ത് അൻഫാലിൽ ബദറിൽ രണ്ടാമത്തെ സംഘത്തെ തരാമെന്നേ അള്ളാഹുതആല പറഞ്ഞിരുന്നത്. ഒന്നിരിക്കൽ അബൂ സുഫിയാൻ്റെ സംഘം, അല്ലെങ്കിൽ അബൂജാലിൻ്റെ സംഘം. ഏതാ നല്ലത്? ഏതാ പോലെ കൊതിച്ചത്? ഇങ്ങോട്ട് നോക്കി. അൻഫാൽ സൂറത്തിൻ്റെ 7-ാമത്തെ ആയത്ത്. ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. വൈദ് യായതുക്കുമുള്ള ഈദ ത്വായിഫത്തൈനി, രണ്ടാലൊരു സംഘത്തെ അള്ളാഹുതആല നിങ്ങൾക്ക് വായദ ചെയ്ത ആ സന്ദർഭം ഓർക്കണം. രണ്ട് സംഘം ഏതാ മനസ്സിലേ? ഒന്ന് അബൂ സുഫിയാൻ്റെ സംഘം, ഒന്ന് അബൂജാലിൻ്റെ. അത് 1000-ലധികമുള്ള സർവായുധ സജ്ജരായ സംഘമാണ്. മറ്റേത് കച്ചവട സംഘമാണ്, 40 ആളുകളുടെ. അപ്പോൾ അന്നഹാരക്കും അത് നിങ്ങൾക്ക് കിട്ടുന്നുള്ള വായദ ചെയ്യുന്നുണ്ട്. അപ്പോൾ തപദ്ദുന, നിങ്ങൾ കൊതിക്കണത് അന്ന കയറദാത്തി ഷൗക്കത്തി, ആ ആയുധമൊന്നുമില്ലാത്ത ആ കച്ചവട സംഘം തൊക്കൂനിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയ തിരക്കില്ല നിങ്ങൾ ബൂതി വെക്കണത്. ഇവിടേക്ക് ഇങ്ങനെ നോക്കി, നിങ്ങൾ അബൂ സുഫിയാൻ്റെ സംഘത്തെ കിട്ടിയ ഷൗക്കത്തില്ല, ശക്തിയില്ല. യുരീദുള്ളവോ, അള്ള ഉദ്ദേശിക്കണതോ അയുഹിക്കൽ ഹക്കബി കിലമത്തി, അള്ളാഹിൻ്റെ വാക്യം കൊണ്ട് സത്യത്തെ സ്ഥിരീകരിക്കാനാണ്. വൈക്കത്തെ ദാബൽ കാഫിരീൻ, കാഫിരീങ്ങളെ വേരോടെ മുറിച്ച് കളയാനുമാണ് ആരെ പരിപാടി. അതിന് കച്ചവട സംഘത്ത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? രണ്ടു ദിവസമാ ഓക്കെ. നിങ്ങൾ ഇതാണ് ബദറിൻ്റെ സന്ദേശം. അബൂ സുഫിയാൻ്റെ ടീമും ഉണ്ട്, അബൂ ജഹലിൻ്റെ ടീമുണ്ട്. അബൂ ജഹലിൻ്റെ ടീമിൽ എല്ലാ ആയുധങ്ങളും പട്ടാളക്കാരും എല്ലാം ഉള്ള ടീമാണ്. ആ ടീമിനെ തരാം, അല്ലെങ്കിൽ അബൂ സുഫിയാൻ്റെ ടീമിന് രണ്ടാലും നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾക്ക് പൂതി ആരെ കിട്ടാനാണ്? അബൂ സുഫിയാൻ്റെ ടീമിനെ കിട്ടാനാണ്. പക്ഷെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അള്ളാഹിൻ്റെ ഹക്കിനെ ഇവിടെ സമർത്ഥിക്കാനും കാഫിര്യങ്ങളുടെ മുരടറക്കാനുമാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അതിനാര് വരണം? അബൂജഹലും ടീമായിട്ട് ഏറ്റുമുട്ടണം. അബൂ സുഫിയാൻ പറഞ്ഞു അബൂജഹലിനോട്, ഞാൻ ഏതെങ്കിലും സുരക്ഷിതനായി വന്നിക്കണ്, എന്നെ സംരക്ഷിക്കാനല്ലേ നിങ്ങൾ പുറപ്പെട്ടത്, അവിടെ നിങ്ങൾ തിരിച്ചു പോന്നാളിന്ന് അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ അബൂജഹൽ പറയണം, അത് പറ്റില്ല, നമുക്ക് ബദറിൽ പോകണം, ഒട്ടകങ്ങൾ ഇറക്കണം, കള്ള് കുടിക്കണം, അവിടെ നർത്തകികൾ പാട്ടുപാടി നൃത്തമാടണം, അറബികൾ പറയണം, കാലാകാലം പറയണം, ഖുറൈശികൾ കൊണ്ട് ബദറിൽ വന്നിട്ട് കാട്ടിക്കൂട്ടിയെന്നുള്ളത് അങ്ങനത്തെ ഒരു സംഭവമാക്കി മാറ്റണം എന്ന് ആര് പറഞ്ഞു? അങ്ങനെ നിങ്ങൾ ആവരുതെന്ന് അള്ളാഹുവിൽ പറഞ്ഞു. പക്ഷെ തോന്നാൻ അങ്ങനെ ആവരുതെന്ന് ഇങ്ങോട്ടോക്കി നിങ്ങളെ ബദറൊക്കെ ഇന്നലെ ചർച്ചകൾ കേട്ടിട്ടുണ്ടാവും. ഉദവി ഇന്നലെ ബദർ ഇവിടെ സംസാരിച്ച് ഇങ്ങോട്ടോക്കി
ഞാനേതിലിപ്പോൾ ബദറൊന്നും പറയണില്ല, ഞാനത് പറഞ്ഞ് പോയിക്ക് എത്തിയതാ. വലാ തക്കൂനു ഇങ്ങോട്ട് വലാ തക്കൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസി. ഡമ്പായിട്ടും ലോകമാനമായിട്ടും നാട്ടിൽ നിന്ന് പുറപ്പെട്ട് വന്നിട്ട് ടീമുണ്ട്, ഓരന്മാർക്ക് നിങ്ങൾ ആവരുത്. വയസ്ദുഅൻ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ ആളുകളെ തടുക്കുന്ന ആളുകളുണ്ടല്ലോ. വൈദ് സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, ശൈത്താൻ അവരുടെ കർമ്മങ്ങളൊക്കെ അവർക്ക് ഭംഗിയാക്കി കൊടുത്തു. ഒക്കാല ശൈത്താൻ പറഞ്ഞു ലാ ഗാലിബ ലക്കും അൽയൗം, ഇന്ന് നിങ്ങൾ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയൂല എന്നൊക്കെ പറഞ്ഞ് ആ ഡമ്പും അഹങ്കാരമായിട്ട് വന്ന കൂട്ടരുണ്ടല്ലോ, ഓലമാർക്ക് നിങ്ങൾ ആകരുത്. മറ്റേ കൂട്ടരെങ്ങനെയാണ്? തോയിഫത്തുൻ തുഖാത്തിലു ഫീ സബീലില്ലാ, ഒന്ന് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് വന്നവരാണ്. വിനയവും വണക്കവും പ്രാർത്ഥനയ്ക്കായിട്ട്. അങ്ങനെ അള്ളാഹ് റസൂൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് എല്ലാവരും പറയണം. ബദറിൻ്റെ തലേ രാത്രി നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കണം. റസൂലുള്ളാഹി ഉറങ്ങിയിട്ടില്ല, സുജൂദിൽ കടന്ന് ദുആ ചെയ്യാണ്. തങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിസ്കാരത്തിലേക്ക് കുതിക്കുകയും അങ്ങനെ സുജൂദിൽ കടന്ന് ദ്വാരക്കലാണ് പതിവ്. അങ്ങനെ ബദറിൻ്റെ തലേന്ന് റസൂലുള്ളാഹി ഉറങ്ങാതെ ദ്വാരുന്നു എന്നുള്ളതിൽ ഉത്തരം കൊടുത്തു. ഒരു കൂട്ടർ അങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിലുള്ള വിനയവും വണക്കവും ഇബാദത്തും പ്രാർത്ഥനയായിട്ടും, മറ്റൊരു കള്ളും നിർത്തും പരിപാടി ഡംബുമായിട്ടാണ്. ഓല മാർക്കങ്ങൾ ആവരുത്. ഓലയാണ് ഇപ്പോൾ ഓല കിട്ടരുത് എന്നാണ് ആരെ പൂതി? മുഅ്മിനീങ്ങളെ അള്ളാഹ് പറയണേ, ചില കാര്യം നിങ്ങൾക്ക് വലിയ പൂതിയുള്ള കാര്യക്കാരം അതിൽ ഹൈറുണ്ടാവില്ല, വെറുപ്പുള്ളിലേക്കാണ് ചിലപ്പോൾ ഇതുണ്ടാകുക അല്ലേ? അതെല്ലാ വിഷയത്തിലുണ്ട്. ചില കച്ചവടങ്ങളൊക്കെ പരാജയപ്പെടും, ചിലപ്പോൾ നമുക്കത് ഹൈറാണ് ഈ കാരണം. നമുക്കതിൽ വലിയ നിരാശ. മുഅ്മിനീങ്ങൾക്ക് അവിടെ നിന്ന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരു പക്ഷേ ഹൈറാണേക്കാർ ഉദ്ദേശിച്ചത്. എന്ത് ആ കച്ചവടം? ചില കല്യാണം മുടങ്ങൽ. സൂറത്ത് നിസാലൊരു ആയത്തും കൂടി ഞാൻ പറയാം, സമയമില്ല എന്നാലും കൂടിയിട്ട്. അവിടെ ഒരു പെണ്ണിൻ്റെ കാര്യത്തിലാണ് അള്ളാഹുതആല അത് പറയണത്. പെണ്ണുങ്ങളെ, സൂറത്ത് നിസാണേ, സൂറത്ത് നിസാൻ്റെ ഫസ്റ്റ് തന്നെ അതാ സ്ത്രീകളെ സംബന്ധിച്ച് പറയണം കേട്ടോക്കി. പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാ കർഹൻ, മുഅ്മിനീങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളെ ബലാത്കാരമായി അങ്ങനെ അനന്തരം എടുക്കരുത്. വലാ തഅദലുഹുന്ന ലതദ്ഹബു ബഅദി മാ ആതൈതുമുഹുന്ന ഇല്ലാ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യന വആശിറൂഹുന്ന ബിൽ മഅറൂഫി. പെണ്ണുങ്ങളോട് നല്ലൽക്ക് പെരുമാറണം. ഭാര്യമാരോടെ നല്ലൊരു പോയിന്റ് പറയണം. ഫൈൻ കരിയത്തുമൂന, നിങ്ങൾക്ക് അവരോടൊരു വെറുപ്പുണ്ടെങ്കിൽ, നിങ്ങൾ വെറുപ്പിക്കണം എന്തെങ്കിലും ഒരു കാര്യം അവരിലുണ്ടെങ്കിൽ, ഫഅസാൻ തക്റഹു ഷൈഅൻ, ചില സംഗതികൾ വെറുക്കുകയാണ് ഈ കാര്യം. വയജ്അലല്ലാഹു ഫീ ഖൈറൻ കസീറൻ, അല്ലാഹു തആല നിങ്ങൾക്ക് വേറെ ഒരുപാട് ഹൈറയിൽ വെച്ചിട്ടുണ്ടാവും. നല്ല പോയിന്റ് അല്ലേ? നമ്മളെ ഭാര്യമാരുടെ എല്ലാ സ്വഭാവവും നമുക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. നമുക്ക് തീരെ പറ്റാത്ത ചില കാര്യങ്ങൾ ഇതുണ്ടാവും. പക്ഷെ വേറെ ഒരുപാട് ഹൈർ പുറത്ത് വേറെ ഹദീസിലുണ്ടത്. ഒരു സ്വഭാവം നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ വേറൊരു നന്മയിലുണ്ടാവും. അതുകൊണ്ട് ഒരു വെറുപ്പിന് വെച്ചിട്ട് തലക്കല്ലാനൊന്നും പോകരുത്. അള്ളാഹ് പറയണം, അള്ളാഹ്ക്കറിയുള്ളൂ, നിങ്ങൾക്കറിയില്ല. അത് കച്ചവടത്തിൻ്റെ കാര്യത്തിലും കല്യാണത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ വലിയ വാറാന്ന് കരുതുന്നത് നമുക്ക് ഷർറാണ് ഈ കാര്യം. നമുക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങളോ നമുക്ക് ഭയങ്കരം. എന്തിനാ പിന്നെ നിരാശപ്പെടണം? പണ്ട് മുസ്തഫാര ആളൊരു മത്സരത്തിൽ ഒരു ഭയങ്കര പരാജയം ഉണ്ടായി, തോറ്റു. അതൊക്കെ ഭയങ്കര ആളെന്ന് നമ്മൾ പറയണ്ട, ഭയങ്കര ദുഃഖമുണ്ടായി. അപ്പോൾ അയാൾ പിന്നെ അന്തള്ള ആളാണ്. മൂപ്പര് പറഞ്ഞാൽ എന്തിനും ഞാൻ ഖുറാനിലാണ് എൻ്റെ പരിഹാരം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ സങ്കടത്തിനിടയിൽ ഖുറാൻ എടുത്തിട്ട് മറച്ചു. എടുത്തിട്ട് മറച്ചപ്പോൾ കണ്ടത് ഈ ആയത്താണ്. ഈ ആയത്ത് നമ്മൾ നേരത്തെ ഓതിയ അൽ-ബഖറയിലെ 114-ാമത്തെ ആയത്ത്. ചില സംഗതികൾ നിങ്ങൾക്ക് ഭയങ്കര വെറുപ്പേക്കാരം അതിൽ ഹൈറുണ്ടാവും, ചിലതിന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടേക്കാരം അതിൽ നിങ്ങൾക്ക് ചൊറുണ്ടാവും എന്നുള്ള ആയത്താണ് കണ്ടത്. അതോടുകൂടെ മൂപ്പർക്ക് മനസ്സിലായി ആ പരാജയം അതിലെന്തെങ്കിലും ഒരു ഹൈറുണ്ടാവുമെന്ന്. അങ്ങനെ മൂപ്പർക്ക് പിന്നെ ഭയങ്കരമായ ഹൈറായിട്ട് വന്നതാണ്. ആ പരാജയപ്പെട്ടോണ്ട് മൂപ്പർക്ക് ഭയങ്കര ഇതുണ്ടായി. ആളെ മനസ്സിലായണോ? കാര്യം മനസ്സിലായണോ? എന്നാൽ പിന്നെ എന്തിനാവോ? അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ? ഉദയവിയ സന്ധ്യയൊക്കെ അങ്ങനെയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നു. ഉമർ ഫാറൂഖൊക്കെ നിങ്ങൾ യഥാർത്ഥ നബിയന്നല്ലേ എന്ന് വരെ ചോദിച്ചു പോയി. അതേ സമയത്ത് തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് സമയമല്ല, എനിക്കിപ്പോൾ ദുആ ചെയ്ത് നിർത്തേണ്ട ടൈം ആയതുകൊണ്ട് എനിക്ക് കിടക്കണില്ല. ഈ ബുദൈൽ ഇബ്നു ഉറക്ക വന്നിട്ട് സ്വഹാബികൾ കാട്ടിക്കൂട്ടണമൊക്കെ കണ്ടിട്ട് ഖുറൈശികളോട് പോയി പറഞ്ഞാണ്. റസൂൽ തുപ്പുമ്പോൾ അതിനു വേണ്ടി തർക്കിക്കണം. മത്സരം കയ്യാട്ട ഒതുർത്ത വെള്ളത്തിന് വേണ്ടി മത്സരം. എന്നിട്ട് ആ വെള്ളമൊക്കെ ദേഹത്തൊക്കെ ബർക്കത്തെടുക്കാൻ വേണ്ടി പറ്റുക. സ്വഹാബികൾ റസൂൽ പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടിയുള്ള ധൃതി കൂട്ടുകയാണ്. ഇതൊക്കെ ഈ ബുദൈൽ ഇബ്നു ഉറക്ക ചെന്നിട്ട് ഖുറൈശികളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്. ഞാൻ പല ദർബാറിലും പോയിട്ടുണ്ട്,
അവിടെ ഒന്നും ഈ മുഹമ്മദിനെ അനുയായികൾ ആദരിക്കുന്ന പോലെ ആദരിക്കണേ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പറയാം? ഖുറൈശികളുടെ പ്രതിനിധി പോയിട്ട് അവിടെ പോയിട്ട് പറയാണ്. അതുകൊണ്ട് വെറുതെ ഓരോട്ട് ഏറ്റുകൂട്ടാൻ പോകണ്ട. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഓലാണ് ഈ കരാറ് ഏകപക്ഷീയമായിട്ട് കണ്ടപ്പോൾ അവർക്ക് അംഗീകരിക്കാനേ പറ്റില്ല. എന്തിനപ്പം അങ്ങനെ താന്നുകൊടുക്കണം നമ്മൾ എന്നുള്ളത്. താന്ന് കൊടുത്തപ്പോൾ എല്ലാ വിജയം ഉണ്ടായി. മനസ്സിലായോ? അള്ളാഹു തആലക്ക് വേണ്ടി കുറച്ച് അത് അങ്ങനെ ഹദീസുണ്ട്. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി താന്ന് കൊടുത്താൽ അവൻ അള്ളാഹു തആല ഉയർത്തും. ഇതിനൊക്കെ വലിയ മടിയാണ് ആളുകൾക്ക്. ഇപ്പോൾ രണ്ടാൾ തമ്മിൽ തെറ്റിക്കുകയാണെങ്കിൽ വല്ലതും നന്നാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ടേക്കാരം ഭയങ്കര മോട്ട് കിടണത്. ഒന്ന് താന്നു കൊടുക്കാൻ തയ്യാറാവില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ താന്ന് കൊടുത്താൽ അള്ളാഹ് അവനെ ഭയങ്കരമായിട്ട് ഹദീസാണ് മോമിനികളെ. ഇൻഷാ അള്ളാഹ് ആ വിഷയം തൽക്കാലം എവിടെ എത്തിയിട്ടുള്ള ചർച്ച ഒരു മൂവിയെങ്കിലും എത്താതെ തൽക്കാലം നിർത്തല്ല. ഇപ്പോൾ രക്ഷയില്ല. ഇനിയിപ്പോൾ ഇന്നെന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് മസാല പറയാനുണ്ട്. മമ്മൂട്ടി ചെന്ന് തേമത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചല്ലോ, അതിന് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് ഞായറാഴ്ച പറയാൻ തന്നോണ്ട് ആ വായത പാലിക്കുക. തേമയായിട്ട് ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചത് മുറിയും കെട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ലേ? അതാണ് പറയണത്. തേമം ചെയ്യുമ്പോഴേ ഒരു മുറിവുണ്ട്, അതിൻ്റെ മേലെ കെട്ടും മാറപ്പൊക്കെ ഉണ്ട്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ തേമത്തിൻ്റെ അവയൊന്നുമല്ലാത്ത കാലുമലൊക്കെയാണ് കെട്ട് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് ഒതുർത്താണ് കെട്ടേണ്ടതെന്നുള്ളതാണ്. ഒതുർത്ത് കെട്ടണം. കാലുമലാണ് കെട്ട്. എന്നാൽ ഒതുർത്ത് കെട്ടിയപ്പോൾ ഓവറായിട്ട് കെട്ടിയില്ല. ഇത്ര സ്ഥലത്ത് മുറിയില്ല, അവിടെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊന്നും നീട്ടിന് കെട്ടിയിട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ മടക്കി നിസ്കരിക്കണ്ട. ആ കെട്ടിൻ്റെ മേലെ എന്തോ വേണം? വെള്ളം കൊണ്ട് തടവണം. കെട്ടിൻ്റെ മേലെ വെള്ളം കൊണ്ട് തടവണം. അതിനിപ്പോൾ തേമത്തിൻ്റെ അവയവത്തിലാണ് കെട്ടുള്ളത്. തേമത്തിൻ്റെ അവയവത്താണ് മുഖം, കയ്യുമാണ്. കാലുവും മുറി ഉണ്ടെങ്കിലും ചിലപ്പോൾ തേമം ചെയ്യുന്ന കാരണം അടുക്കള ചിലർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കെട്ടും മുറിവുള്ളത് കാലുമേൽ. അപ്പോൾ ഒതുർക്കുമ്പോൾ മുഖം കഴുകി, കൈ കഴുകി, തല തടവി കഴിഞ്ഞപ്പോൾ കാല് നേരത്ത് ഷെയ്വാക്ക് കഴുകി ഞാൻ മുറിക്കും വേണ്ടി തേമം ചെയ്യണം. തേമം ചെയ്യേണ്ടത് ഈ കെക്കിയ മുഖത്തുപോലും കഴിയുമ്പോൾ തന്നെയാണ് തേമം ചെയ്യുക. അങ്ങനെ ഇനി ജനാപത്ത് ഉണ്ടെങ്കിലും ചെയ്യേണ്ടത് എവിടെയാണ്? കയ്യുമ്പലും മുഖത്തും തന്നെയാണ്. അങ്ങനെ ഈ മുഖത്തും കയ്യുമ്പലും എന്തെങ്കിലും കെട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മടക്കി സ്കിക്കേണ്ടി വരും. കാരണം ആ തേമം പൂർണ്ണമാവില്ലല്ലോ. പിന്നെ ആ കെട്ടിൻ്റെ മേലെ വെള്ളം കൊണ്ട് എന്താക്കും വേണം? തടവുകയും. മനസ്സിലായില്ലേ? കെട്ടിൻ്റെ മേലെ വെള്ളം കൊണ്ട് തടവുക. അപ്പോൾ ഒന്നായിട്ട് തടവണം. ഇങ്ങനെ വരച്ചടയാൽ മതി. അല്ലാതെ ഇങ്ങനെ ഒന്നായിട്ട് തല തടവണമെങ്കിൽ ഫുള്ളായിട്ട് തടവൊന്നും വേണ്ട. ചെറിയ തടവിലിങ്ങനെ ഫുള്ളായിട്ട് തടയൊന്നും വേണ്ട. മനസ്സിലായോ? കെഗ്ഗല്ല, തടവുക. ശരിയ ഭാഗത്തൊക്കെ മണ്ണുകൊണ്ടും തടവുക. പിന്നെ തേമത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതി, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ ഈ വാങ്ങ് കൊടുത്തിട്ട് തേമം ചെയ്യാൻ പാടുള്ളൂ. നിത്യശുദ്ധിക്കാരത് പറഞ്ഞ പോലെ തന്നെ ടൈമായിട്ടേ തേമം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ജുമയ്ക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് തേമം ചെയ്യുകയാണെങ്കിൽ വാങ്ങ് കൊടുത്തിട്ട് ആ തേമം ചെയ്യാൻ പാടുള്ളൂ. ഒതുവാണെങ്കിൽ ഒതുർക്കലും വെള്ളിയാഴ്ച വാങ്ങ് കൊടുത്തിട്ടേ പറ്റുള്ളൂ. വാങ്ങിൻ്റെ മുമ്പ് വരുമല്ലോ, ഒരു അരമണിക്കൂർ മുമ്പൊക്കെ വരുമല്ലോ പള്ളിക്ക്. വരികയാണെങ്കിൽ ഇവിടെ നിന്ന് പള്ളിക്ക് നിന്ന് വാങ്ങ് കൊടുത്തിട്ട് തേമം ചെയ്യണം, ഒതുർക്കണം. പെരയിൽ നിന്ന് എടുത്താൽ മതിയാവില്ല. തേമത്തിൻ്റെ മണ്ണും കൊണ്ടുകൊണ്ട് പോകാൻ മതി. പള്ളിക്കൊന്നും ചെയ്യാം. പള്ളി പുറത്തെ മണ്ണൊന്നും എടുക്കാനും പറ്റില്ല. വഖഫിൻ്റെ മണ്ണൊന്നും തേമം ചെയ്യാൻ പറ്റില്ല. എന്നാണ് വഖഫിൻ്റെ മണ്ണൊന്നും തൊടാൻ പറ്റില്ല. കുറച്ച് മണ്ണിട്ട് പോന്നാൽ മതി പെരയിൽ നിന്ന്. പിന്നെ തേമം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉളുവാണെങ്കിൽ എവിടെയാണോ മുറിയുള്ളത് അവിടെ കേൾക്കുന്ന ടൈമിലാണ് തേമം ചെയ്യേണ്ടത്. ഇപ്പോൾ കയ്യുമ്പിലാണ് കെട്ടുള്ളത്. എന്നാൽ മുഖം കേൾക്കുക. പിന്നെ കയ്യിൻ്റെ ഊയല്ലേ, ആ കയ്യിൽ നിന്ന് ശരിയായ ഭാഗമൊക്കെ കഴുകും വേണം, തേമം ചെയ്യും വേണം. അപ്പോൾ ആദ്യം ഒരു തേമാണ് ചെയ്യുക. മുഖം കഴുകിയിട്ട് പിന്നെ തേമം ചെയ്യുക. എന്നിട്ട് പിന്നെ കെട്ടില്ലാത്തടത്തൊക്കെ എന്താക്കുക? കഴുകുക. പിന്നെ തല തടവുക, കാലുക. അങ്ങനെയാണ്. അപ്പോൾ തേമം ഇവിടെ നടുവിലാണ് വരുന്നത്. കാലുമ്പിലാണ് മുറിച്ചെങ്കിൽ ഒതൊക്കെ കഴിഞ്ഞ് കാലുകണ നേരത്തെ എന്ത് ചെയ്താൽ മതി? തേമം. ഇനി രണ്ടവയവത്തിൽ പ്രശ്നമുണ്ട്. കാലുമലുണ്ട്, കയ്യുമലുണ്ട്. എന്നാൽ രണ്ട് തേമം ചെയ്യണം. ഉളുവിൽ ജനാപത്തിന് ഇതൊന്നും വേണ്ട. കാരണം ഉളുവിന് തെർത്തീബുണ്ടല്ലോ. വൈക്ക് വൈ, ഓരോ അവയവത്തിനൊരു വൈക്ക് വൈ ഉണ്ട്. അതുകൊണ്ട് മുഖം കഴുകിയിട്ട് കൈ കഴുകിയിട്ട് തല തടവിയിട്ട് കാല്, ഇങ്ങനെയാണല്ലോ.
അപ്പോൾ ഒരു കയ്യുമലൊരു കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ തേമം കൂടി കഴിയുമ്പോഴേ അത് കേൾക്കൽ പൂർത്തിയാവുള്ളൂ. അതിൻ്റെ ശേഷം തല തടവലിന് പ്രസക്തി ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ കോലിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മുറിവ് വാറുണ്ടെങ്കിൽ അതിന് വേറെ തേമം, 2 അവയവത്തിനുണ്ട് 2 തേമം ചെയ്യണം, 3 അവയവത്തിനുണ്ട് 3 തേമം ചെയ്യണം ഒരു നിസ്കാരത്തിന്. പിന്നെ അങ്ങനെ തേമം ചെയ്തു ശരിയായ ഭാഗം കഴുകി നിസ്കരിച്ചു. അടുത്ത നിസ്കാരത്തിൻ്റെ ടൈമായപ്പോൾ ഇയാൾക്ക് ഒന്നും മുറിഞ്ഞിട്ടില്ല. ഒന്നും മുറിയേണ്ട പരിപാടികൾ പിന്നെ ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിൻ്റെ പകതിരിവ് പോയിട്ടില്ല. പിന്നെ മുൻദ്വാരത്തു കൂടെ പിന്തുവാരത്തു കൂടെയോ സ്വന്തം മനിയല്ലാത്ത പുറപ്പെടുക അതും ഉണ്ടായിട്ടില്ല. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിക്കുക അതുണ്ടായിട്ടില്ല. മുങ്കയ്യൻ്റെ പള്ള കൊണ്ട് ഗുഹ്യഭാഗം തൊടുക അതുണ്ടായിട്ട് ഈ 4 കാര്യമില്ല ഒന്നും പറയുന്ന കാര്യം. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ പിന്നെ അയാൾ ഈ തൈമും മാത്രം ചെയ്താൽ മതി. ഏത് വേണ്ട, കൈകളൊന്നും ഒന്നും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ഇതൊക്കെയാണ് തൈമത്തിൻ്റെ വിഷയങ്ങൾ. 2 തൈമുള്ള ഇല്ല, ഒരു തൈമം ചെയ്താൽ മതി. കാരണം അയാൾക്ക് പിന്നെ തർത്തീവ് ഒന്നുമില്ലല്ലോ ഇവിടെ. തൈമം മാത്രമായിട്ട് ഇല്ല. കാരണം തൈമം മാത്രമായിട്ടില്ല. എപ്പോഴും നിങ്ങൾക്ക് അറിയോ, ഇപ്പോൾ തീരെ വെള്ളമില്ല, വെള്ളം ഇല്ലേണ്ട തൈമം ചെയ്യണം. ഈ മുറി മാറാപ്പൊന്നല്ല, ഒരാൾക്ക് വെള്ളം കിട്ടിയില്ല, അപ്പോൾ തൈമം ചെയ്യുമ്പോൾ തൈമം മാത്രം ചെയ്താൽ മതി. അവിടെ പിന്നെ എന്ന് പറയാനില്ലല്ലോ. വെള്ളം ഉണ്ട്, വെള്ളം ഉപയോഗിക്കാൻ പറ്റണില്ല ചില സ്ഥലത്ത്. ആ സ്ഥലത്തിന് വേണ്ടി തൈമം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. കുളിക്കുമ്പോഴൊക്കെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും വെള്ളം ചേരാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ തൈമം ചെയ്യണം. പുറംഭാഗം പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത മയ്യത്തിനൊക്കെ ഇപ്പോൾ പറയണത് അതാണ്. ഈ തുന്നലിലൊക്കെ ഈ ശരീരത്തിൻ്റെ പുറംഭാഗമൊക്കെ ഉള്ളിൽ പെടുന്നുണ്ട്, എല്ലായിടത്തേക്കും വെള്ളം ചേരുന്നില്ല എന്നുള്ളതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തവർക്ക് കുളിപ്പിക്കണ കൂടുതൽ തേമപാടെ. എന്നവർക്ക് സുന്നത്ത് കല്യാണം കഴിക്കാത്ത കുട്ടികൾ, ആ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്. കാരണം ഈ സുന്നത്ത് കല്യാണം കഴിച്ചുകൊണ്ട് ഇത് മുറിച്ചിടുമ്പം വെളിവാകുന്നതിനാണ് ഹഷ്ഫ എന്ന് പറയാം. അത് കഴുകേണ്ട സ്ഥലമാണ്. ഈ സുന്നത്ത് കല്യാണം കഴിക്കഴിഞ്ഞാൽ അതിന് വെള്ളം ചേരൂല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, തേമം ചെയ്യണം. കുളിക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരണം. ഇപ്പോൾ ഒരു മുള്ളൊക്കെ കുത്തിയിട്ട് മുള്ളിങ്ങനെ പുറത്തേക്ക് പോരാതെ മുള്ളിങ്ങനെ തലയും കാട്ടി നിൽക്കണമെങ്കിൽ കുറച്ച് സ്ഥലം പോലെ ഒന്നിരിക്കണം മുള്ളെടുക്കണം, എടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ തേമം ചെയ്യണം. അതിനും വേണ്ടി കുറച്ച് സ്ഥലം മിസ്സായി. അപ്പോൾ ഈ മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എന്നുള്ളത് മയ്യത്ത് കുളിപ്പിക്കുന്നത് കണ്ടേ, ഈ ആവശ്യത്തിൽ നിന്ന് വരുമ്പോൾ പല സംഗതികളൊക്കെ പൊട്ടിപ്പിടിപ്പിച്ചൊക്കെ ഉണ്ടാവും. അത് ചിലതൊന്നും പോകില്ല, അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ ആ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല എണ്ണ ഉണ്ടെന്ന് തേച്ചപ്പോഴൊക്കെ പോയത്. ഓരോന്ന് ഒട്ടിച്ചതൊക്കെ വെള്ളം ചേരണ്ടേ. എനിക്ക് പുതിയൊരറിവാണ്. അത് കുളിപ്പിച്ച കണ്ടപ്പോഴാണ് ഇപ്പോൾ ഞാനത് കണ്ടത്. നമുക്ക് ബന്ധപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ഞാനതിന് പറഞ്ഞു കൊടുക്കാൻ നീ കുളിപ്പിക്കാൻ കുട്ടികളുണ്ട്, ഒരു കുളിപ്പിക്കാൻ ഐഡിയുണ്ട്, മസാല അറിയാത്തതുണ്ട്. എനിക്ക് കുളിപ്പിക്കാൻ ഐഡിയ ഇല്ല, മസാല ചിലതൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളൊക്കെ പാടെ കുളിപ്പിച്ച്. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സുന്നത്തും. അത് പറ്റൂല. ആ തൈമത്തിൻ്റെ അവയവത്തിലാണ് തൈമം ചെയ്യേണ്ടത്. ഒദൂവിൽ, കുളിയിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. കുളിക്ക് തർത്തീബില്ലല്ലോ, കുളിക്ക് തർത്തീബില്ല. ഒദൂവിന് തർത്തീബുണ്ട്. മുഖം, കയ്യ്, തല, കാല്, അവിടെ ആ പ്രശ്നം. സാധാരണ തൈമാണ് ചെയ്യാമെന്നല്ല. ഇപ്പോൾ കാൽമല മുറിച്ചെങ്കിൽ കാൽമല തൈമം ചെയ്യൽ ആളുകൾ. കാലുമൽ മണ്ണോട് അതാണ് തൈമം എന്നാണ് ഇപ്പോൾ ചിലവരൊക്കെ വിചാരം. അങ്ങനെയൊക്കെ വലിയ തെറ്റിദ്ധാരണകളുള്ളൊരു വിഷയമാണ് തൈമം. പിന്നെ ഇപ്പോൾ ചിലവരൊക്കെ ഈ മണ്ണ് തന്നെ പിന്നെ അടിച്ചാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ പേപ്പറിൽ മണ്ണിങ്ങനെ വെച്ചിട്ട് അതിനെ അടിക്കുമല്ലോ, ആ മണ്ണ് അടിച്ച മണ്ണ് തന്നെ പിന്നെ അടിക്കുക. നമ്മൾ ഈ മുഖത്തും കൈമുലും ആയ മണ്ണായി കാക്കഴിഞ്ഞാൽ മതി. എത്ര കാലം ഉപയോഗിക്കാം. ആ മണ്ണ് അതിലുള്ളിടത്തോളം കാലമൊക്കെ ഉപയോഗിക്കാം. വെറും ചുമലിലടിച്ചിട്ട് ചെയ്യേണ്ട ചില ആളുകൾ, അത് നമ്മൾ ഷാഫി മതപ്രകാരം പറ്റില്ല. മാലിക്കി മതത്തിൽ പറ്റുന്ന ചിലവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു പ്രതലത്തിലടിച്ചാലും മതി എന്നാണല്ലോ മാലിക്കി മതബ്. നിലത്തോ ഇതിൻ്റെ ഈ പരവതാനിയിലൊക്കെ അടിക്കുക, എവിടെ അടിച്ചാലും മതി. സീറ്റുമേൽ അടിക്കുക, ട്രെയിനിൽ, പ്ലെയിനിലൊക്കെ അങ്ങനെ മതബ് ഉണ്ടെങ്കിൽ ഉടനെ നല്ലതാണ്. കുടുങ്ങുന്ന സമയത്തേ ചെയ്യാം. കുടുങ്ങുന്ന സമയത്തൊക്കെ മതബ് മാറി.
രണ്ടാമത് വേറെ പേപ്പറിലടിക്കുക, പിന്നെ ഒരു പേപ്പറിലടിച്ചാൽ അതൊക്കെ തട്ടി കളഞ്ഞാൽ മതി. മതി മതി, ഒരു പ്രശ്നമില്ല. പിന്നെന്താണ്, എന്തേലും ചോദിക്കാണ്ടായിരിക്കുമല്ലോ? ഇല്ലല്ലോ. തയമത്തിനെ സംബന്ധിച്ച് ഈ ഒരു കാര്യമുണ്ട്. നിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഫറലായ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമം ചെയ്തെന്ന് കരുതണം. നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതിയാൽ ഏതേ നിസ്കരിക്കാൻ പറ്റുള്ളൂ? സുന്നത്ത് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഫറലായ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു എന്ന് പറഞ്ഞാലേ ഫറൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി തയമം ചെയ്യണമെന്ന് നിയ്യത്ത് വെച്ചാൽ തവാഫ് ചെയ്യാനേ പറ്റുള്ളൂ. മുസ്ഹഫ് തൊടാൻ വേണ്ടി ഞാൻ അതിനെ ഹലാലാക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തൊടാനേ നിസ്കരിക്കാനൊന്നും. ഇങ്ങനൊരു ചർച്ച അത് നിയ്യത്ത് സംബന്ധമായിട്ടുണ്ട്. ഞാനന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണേ. ഫറലായ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നത് കരുതിയാൽ ഈ പറഞ്ഞ പണിയൊക്കെ പറ്റും. മുസ്ഹഫ് തൊടാനും പറ്റും, തവാഫ് ചെയ്യാനും പറ്റും, പറ്റാത്തൊന്നുമില്ല. നമ്മളിന്ന് ദ്വാരക്കാം.